കഴിഞ്ഞ 2 ദിവസങ്ങളായി ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ആഴം നാം മനസ്സിലാക്കി വരികയായിരുന്നു. 1-ാം ദിവസം ലാസറിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഇന്ന് നാം ആയിരിക്കുന്ന പാപവും പാപ സാഹചര്യങ്ങളെയും വിട്ടൊഴിഞ്ഞ് കെട്ടുകളാൽ ബന്ധിക്കപ്പെട്ട അവസ്ഥയിൽ നിന്ന് ഒരു പരിപൂർണമായ വിടുതലിൻ്റെ ദൈവശബ്ദം കേൾക്കുവാൻ തക്കവണ്ണം അതിൽ നിന്ന് വിമുക്തി പ്രാപിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. എന്നാൽ 2-ാം ദിവസം സന്ധ്യയിൽ നാം കേട്ടു പരിശോധനകളിൽ ഒളിഞ്ഞിരിക്കുന്നതായ ദൈവ പദ്ധതിയെക്കുറിച്ച്. കനാന്യ സ്ത്രീയുടെ മകളിലൂടെ നാം കണ്ടെത്തിയതായ ഒരു വചന സത്യമാണ് ദൈവം നൽകുന്ന ഭാരങ്ങളിലും പ്രയാസങ്ങളിലും പരിശോധനകളിലും ദൈവത്തിനൊരു പദ്ധതിയുണ്ടെന്നും അവിടെ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക സത്യവും പുതിയ വഴിത്താരുകളും ഉണ്ടെന്നുള്ള ഒരു വലിയ ബോധ്യത്തിലേക്ക് നയിക്കപ്പെടുവാൻ തക്കവണ്ണം ഇന്നലെ സന്ധ്യ ഇടയാക്കി തീർത്തുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ സന്ധ്യയിൽ നാം ഇന്ന് ദൈവ തിരുവചനം ധ്യാനിക്കുവാൻ തക്കവണ്ണം ഒരുങ്ങുമ്പോൾ കർത്താവെ എന്നോട് സംസാരിക്കണേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ, എൻ്റെ കുടുംബത്തിൽ നിത്യരക്ഷയുടെ സന്തോഷം അനുഭവിക്കുവാൻ ഇടയാകണമേ എന്നുള്ള ആഗ്രഹത്തോട് വാഞ്ചയോടെ ദൈവസന്നിധിയിലായിരിക്കുവാൻ ഇടയാകണമേ എന്ന് മുന്നമേ ഓർമ്മപ്പെടുത്തുകയാണ്. സ്വർഗ സഫലമീ യാത്ര. നാം ഓരോരുത്തരും ഒരു സിയോൻ സഞ്ചാരികളാണ്. നമ്മുടെ ലക്ഷ്യം സ്വർഗം നേടുക എന്നുള്ളതാണ്. ഈ ഭൂമിയിൽ നാം കെട്ടിപ്പടുക്കുന്ന എല്ലാ നന്മകളും ഉപേക്ഷിച്ച് ഒരിക്കൽ മരണത്തിന് നാം വിധേയപ്പെടുകയും എന്നാൽ മരണത്തെ ജയിച്ച യേശുവിൻ്റെ നിസ്തുലമായ ആ വലിയ ശക്തിയിലേക്ക് പ്രവേശിപ്പാൻ തക്കവണ്ണം അന്ത്യനാൾ വിധി സ്വീകരിച്ച് നല്ലവനും വിശ്വസ്തനുമായ ദാസ അല്ലെങ്കിൽ ദാസി എന്നുള്ള വിളി കേട്ട് സ്വർഗീയ പൗരത്വം നേടുവാനുള്ള യാത്രയാണ് ഇത്. ഇതൊരു തീർത്ഥാടനമാണ്. ഈ തീർത്ഥാടനത്തിൽ നമുക്ക് വലിയ ഒരു പങ്കാണ് വഹിക്കുവാനുള്ളത്. സാധാരണ ഒരു തീർത്ഥാടന യാത്ര ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ഒരുക്കവും ആ യാത്രയിൽ ചില പ്രത്യേകതകളും ഉണ്ടാവും. അതുപോലെ തന്നെ സ്വർഗീയ കനാനിനെ ലക്ഷ്യമാക്കിയുള്ള സ്വർഗീയ സഫലമീ യാത്ര എന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ നാം സിയോൻ സഞ്ചാരികളാണ്. ഇവിടെ നമ്മുടെ പൗരത്വം ഉറപ്പിക്കപ്പെടുന്നില്ല, മറിച്ച് ആത്മീകമായി ചിന്തിക്കുമ്പോൾ സ്വർഗത്തിൽ ഒരു പൗരത്വമുണ്ടെന്നുള്ള ബോധ്യത്തോടുകൂടെ യാത്ര പൂർണ്ണമായിട്ടും വിജയത്തിലെത്തിക്കുവാൻ തക്കവണ്ണം ഞാൻ എന്ന വ്യക്തി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ, ശ്രമിച്ചെങ്കിൽ മാത്രമേ നമുക്കത് സാധ്യമാകുകയുള്ളൂ എന്ന് ഓർമ്മപ്പെടുത്തട്ടെ. പ്രിയപ്പെട്ടവരെ, അസംതൃപ്തിയുടെയും അസമാധാനത്തിൻ്റെയും അനുഭവങ്ങളിലൂടെ ഒക്കെ നാം ഇന്ന് കടന്നു പോവുകയാണ്. സ്നേഹം കൊതിക്കുന്ന മേഖലകളിൽ സ്നേഹത്തിൻ്റെ അഭാവം ഇന്ന് വ്യക്തിപരമായ ജീവിതത്തിൽ പ്രത്യേകിച്ച് നാം അനുഭവിച്ചു വരികയാണ്. കുടുംബ പശ്ചാത്തലങ്ങൾ പരിശോധിക്കുമ്പോൾ കുടുംബ ബന്ധങ്ങളുടെ തകർച്ചകൾ ഇന്ന് യഥാർത്ഥമായ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്നു. മക്കളിൽ നിന്നും കുടുംബ പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നാം ആഗ്രഹിക്കുന്ന വിധത്തിൽ ആ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അസംതൃപ്തിയും അസമാധാനവും ഇന്ന് വ്യക്തി ജീവിതങ്ങളെ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. സാമൂഹ്യ ചിന്തകളിൽ വരുമ്പോൾ ഇന്ന് ലോകം ഏറെ വ്യസനത്തോടെ വളരെ പരാജയപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തോടുകൂടി ഈ കാലങ്ങളിൽ നാം ജീവിച്ചു വരികയാണ്. പ്രത്യേകിച്ച് യുദ്ധത്തിൻ്റെ കെണികളിൽ വീണ് ഇന്ന് അനേകർ പ്രയാസപ്പെട്ട് വിവിധ ഇടങ്ങളിൽ, രാജ്യങ്ങളിൽ ഇന്ന് അതുവഴി ആ അനുഭവങ്ങളിലൂടെ കടന്നു പോവുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ കരുതലും ദൈവത്തിൻ്റെ സമാധാനവും സുരക്ഷിതത്വവും ഇന്നോളം അനുഭവിക്കുവാൻ ഈ ജനതയെ ദൈവം സഹായിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുകയും അസമാധാനത്തിൻ്റെ വിത്തുകൾ വിതറുന്ന അധികാരികളുടെ മേൽ ദൈവത്തിൻ്റെ ഇടപെടലുകൾ ഉണ്ടാകുവാനും സ്വസ്ഥതയും സമാധാനവും അനുഭവിക്കുന്ന ഒരു ജനതയായി വിശ്വാസത്തിൽ മുന്നേറുവാൻ നമുക്ക് കഴിയണമെന്ന് മുന്നമേ ഓർമ്മപ്പെടുത്തട്ടെ. വർദ്ധിച്ചു വരുന്ന ലോക ജനസംഖ്യ, മനുഷ്യനെ കൂടാതെ നമുക്കറിയാം ഇവിടെ
ഈ ഭൂമിയിൽ പലതരത്തിലുള്ള മൃഗങ്ങളും പക്ഷികളും ഇഴജന്തുക്കളുമൊക്കെ ഭൂമിയിൽ നിറഞ്ഞിട്ടുണ്ട്. സൗരയൂഥത്തിന്റെ ഗ്രഹങ്ങളിൽ ഒന്ന് മാത്രമാണ് നമുക്കറിയാം ഭൂമി എന്ന് പറയുന്നത്. ഇതുപോലുള്ള അനേകം സൗരയൂഥങ്ങൾ അടങ്ങിയിരിക്കുന്നതാണ് വാസ്തവത്തിൽ നാം ഇന്ന് കഴിയുന്ന പ്രപഞ്ചം. ഇതിൻ്റെ എല്ലാം സൃഷ്ടാവ് ദൈവമാണെന്ന് നാം തിരിച്ചറിയുകയും ആ ദൈവത്തിൻ്റെ പദ്ധതികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സങ്കീർണതകളുടെ നടുവിലും തളരാതെ ജീവിക്കുവാൻ തക്കവണ്ണം ദൈവശക്തി പകരുന്നത് ദൈവവചനത്തിലൂടെയാണ്. ആ വചനങ്ങളെ ആഴത്തിൽ ദൈവം സ്പർശിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ സന്ധ്യയിൽ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇപ്രകാരം വായിച്ചിട്ടുണ്ട്. ചന്ദ്രനിൽ ആദ്യമായി കാലൂന്നിയതായ നീൽ ആംസ്ട്രോങ് എന്ന് പറയുന്ന മനുഷ്യനെ കുറിച്ച്. ചന്ദ്രനിൽ നിന്ന് ഭൂമിയിലേക്ക് നോക്കിയപ്പോൾ കുട്ടികൾ കളിക്കുവാൻ ഉപയോഗിക്കുന്ന ഗോലി അല്ലെങ്കിൽ വട്ട് അത്രയും വലിപ്പത്തിൽ മാത്രം ഭൂമി കാണപ്പെട്ടു എന്നാണ് നീൽ ആംസ്ട്രോങ് വാസ്തവത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ ഈ ചെറിയ ഗോലിയിൽ 600 കോടിയിലധികം ജനങ്ങൾ വസിക്കുന്നുവെന്നുള്ളതും പച്ച പരമാർത്ഥമാണ്. ഈ പ്രപഞ്ചത്തിൽ മനുഷ്യന് എത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് നാം ചിന്തിക്കണം. പ്രവർത്തന രീതികളുമായി താരതമ്യം ഈ പ്രപഞ്ചവുമായി ചെയ്യുമ്പോൾ മനുഷ്യന് എന്താണ് പ്രത്യേകതയുള്ളത്? മനുഷ്യനെ തന്നെയും തൻ്റെ നേട്ടങ്ങളെക്കുറിച്ചുമുള്ള അഭിമാനിക്കുവാൻ അവന് എന്തിരിക്കുന്നു? നമുക്കറിയാം, ദൈവ സൃഷ്ടിയുടെ മകുടമെന്ന നിലയിൽ മനുഷ്യന് പ്രത്യേകതകളുണ്ട് എന്ന് നമുക്കറിയാം. അവൻ പ്രശസ്തി ആഗ്രഹിക്കുന്നവനാണ്. ചില പ്രശസ്തിയുടെ ആഗ്രഹങ്ങൾ മനുഷ്യനെ അഹങ്കാരികളാക്കി മാറ്റുന്നു എന്നുള്ളതും സത്യമാണ്. സമ്പത്ത് തേടിയുള്ള സ്വാർത്ഥതപരമായ ആ യാത്രകൾ ഇന്ന് മനുഷ്യന്റെ സ്വസ്ഥതയും സമാധാനവും ചിലയിടങ്ങളിൽ നഷ്ടപ്പെടുത്തുന്നു. സുഖഭോഗങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു മനുഷ്യകുലത്തെ നാം ഇന്ന് കണ്ടുവരികയാണ്. ജീവിതം ഒരു യാഥാർത്ഥ്യമാണ് പ്രിയപ്പെട്ടവരെ. പക്ഷേ ഈ ജീവിതം നൈമിഷികമാണെന്ന് മാത്രം നമ്മൾ തിരിച്ചറിയണം. ബാല്യം, അതിനുശേഷം നാം കൗമാരപ്രായത്തിലെത്തി, യുവത്വത്തിലേക്ക് പ്രവേശിച്ചു. പിന്നീട് ആ ജീവിതം വാർദ്ധക്യത്തിലേക്കൊക്കെ വഴിമാറുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ഈ ലോക ജീവിതം നിത്യതയ്ക്ക് വേണ്ടി വഴിമാറി കൊടുക്കുവാൻ തക്കവണ്ണം ഉള്ള ഒരു സ്വർഗ സഫലമി യാത്രയാണ് ഈ ജീവിതമെന്ന് അത് അടിവരയിട്ട് പറയുവാൻ ഈ സായം സന്ധ്യയിൽ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ചിന്തയ്ക്കായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതായ വചനഭാഗം വായിച്ച് അതിൻ്റെ ധ്യാനത്തിൻ്റെ ചില ചിന്തകൾ ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിൽ സംശീകരിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ആഗ്രഹിക്കുകയാണ്. ഇയ്യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ തിരുവചനമാണ് വാസ്തവത്തിൽ ഇന്ന് വചനചിന്തയ്ക്കായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഇപ്രകാരമാണ് ഇയ്യോബിന്റെ പുസ്തകം 42-2-ാം വാക്യം പറയുന്നത്: നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. മറ്റൊരു ബൈബിൾ വേർഷനിൽ പറയുന്നത് അങ്ങേക്കെല്ലാം സാധിക്കുമെന്നും അങ്ങയുടെ ഉദ്ദേശം തടയാനാവില്ലെന്നും ഞാൻ അറിയുന്നു. ഇവിടെ വളരെ കൃത്യമായി ഇയ്യോബ് ദൈവത്തോട് പറയുന്നതായ വചനഭാഗമാണ്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ കാര്യങ്ങളെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ തന്നെ വളരെ വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം ഊസ് ദേശക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകതകൾ അവിടെ ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്: നിഷ്കളങ്കനായ മനുഷ്യൻ, നേരുള്ളവൻ, ദൈവഭക്തൻ, ദോഷം വിട്ട് അകന്നവൻ ആയിരുന്നു. ഇയ്യോബിന്റെ കുടുംബജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നാം പരിശോധിക്കുമ്പോൾ 7 പുത്രന്മാരുടെയും 3 പുത്രിമാരുടെയും പിതാവ്, 10 മക്കളുടെ പിതാവ്. സമ്പത്തിന്റെ കാര്യത്തിൽ വളരെ ശക്തനായ ഒരു മനുഷ്യനായിരുന്നു ഇയ്യോബ്. കാരണം ഇയ്യോബിന്റെ പുസ്തകത്തിൽ വിവരിച്ചിരിക്കുന്നത് 7000 ആട്, 3000 ഒട്ടകം, 500 ഏർ കാള,
500 പെൺകഴുത, അങ്ങനെ മൃഗസമ്പത്ത് കൊണ്ട് ഏറ്റവും ധനാഢ്യതയുടെ നിലവിൽ ജീവിച്ചിരുന്ന മനുഷ്യനാണ് ഇയ്യോബ്. പരീക്ഷയുടെ കൊടുങ്കാറ്റിൽ അകപ്പെട്ടവനാണ് ഇയ്യോബ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ വിവരിച്ചിരിക്കുന്നത് വളരെ വ്യക്തമായി നമുക്കറിയാവുന്നതാണല്ലോ. ഉള്ളം കാൽ മുതൽ നെറുക വരെ വല്ലാത്ത പരുക്കുകളാൽ പരീക്ഷിക്കപ്പെട്ടവനായ നിഷ്കളങ്കരും നേരുള്ളവനും ദൈവഭക്തനും ദോഷം വിട്ട് അകന്നവനുമായ ഇയ്യോബിന്റെ ജീവിതം. ഓട്ടിൻ കഷ്ണം കൊണ്ട് തന്നെ താൻ ചൊറിഞ്ഞ് ചാരത്തിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ടവനായ ഇയ്യോബിന്റെ ചിത്രം നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകട്ടെ. തൻ്റെ സന്തത സഹചാരി അല്ലെങ്കിൽ ഭാര്യ, ഇനിയും നീ ഇത്ര ഭക്തി മുറുകെ പിടിക്കണമോ, ദൈവത്തെ ത്യജിച്ച് മരിക്കുവാനായിട്ടാണ് വാസ്തവത്തിൽ ഉപദേശിക്കുന്നത്. ഇയ്യോബിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ മുന്നിൽ ഓട്ടിൻ കഷ്ണം കൊണ്ട് ശരീരം മുഴുവനും ചൊറിഞ്ഞ് അതിനെ മാന്തിക്കൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് വന്ന വേദനകളെ, സഹനങ്ങളെ അത് സഹിച്ചുകൊണ്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ അതിനെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഇയ്യോബിന്റെ ഭാര്യയ്ക്ക് പറയുവാനുള്ളത്, ഇനിയും നീ ഭക്തി മുറുകെ പിടിച്ച് ഇവിടെ നിൽക്കണമോ, ദൈവത്തെ ത്യജിച്ചുകൊണ്ട് മരിക്കുവാനായിട്ടാണ് വാസ്തവത്തിൽ ഉപദേശം കൊടുക്കുന്നത്. എന്നാൽ ഇയ്യോബ് ഭക്തനായ, നിഷ്കളങ്കനായ ഇയ്യോബ് പറയുന്ന വാക്യതാണ്, ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നാം നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ. ഇതിൽ ഒന്നിനും ഇയ്യോബ് അധരങ്ങളാൽ പാപം ചെയ്തില്ല എന്നാണ് തിരുവചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ഇയ്യോബിന്റെ സ്നേഹിതന്മാരിലേക്ക് വരുമ്പോൾ എലീഫസ്, ബിൽദാദ്, സോഫർ ഇവരൊക്കെയും ഇയ്യോബിന്റെ അരിഷ്ടതാവസ്ഥയിൽ, പ്രതികൂലാവസ്ഥയിൽ ആശ്വസിപ്പിക്കുവാനും സഹതിപ്പിക്കുവാനും അത് പ്രകടിപ്പിക്കുവാനുമായിട്ടൊക്കെ വരുമ്പോൾ ഇയ്യോബിനെ വാസ്തവത്തിൽ ഈ സ്നേഹിതന്മാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് സത്യം. അവർ തിരിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉറക്കെ കരയുകയാണ്. അവര് വസ്ത്രം കീറി പൊടി വാരി വിതറി മുകളിലേക്ക് എറിഞ്ഞുകൊണ്ടും ആരും ഒന്നും മിണ്ടാതെ 7 രാപകൽ ഇയ്യോബിന്റെ കൂടെ കഴിയുന്ന സാഹചര്യങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇന്ന് സമ്പത്തും നമുക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സുഖസൗകര്യങ്ങളും ഉള്ളപ്പോൾ സ്നേഹിതന്മാരും ചാർച്ചക്കാരും ഏറെയാണ്. നമ്മളെ സഹായിക്കാൻ നമുക്ക് ആവശ്യം വന്നെങ്കിൽ നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും നമുക്ക് ആവശ്യമുള്ളതൊക്കെ നൽകുവാനും കടം തരുവാനും ഒക്കെ ഉള്ള മനസ്സ് വയ്ക്കുന്ന സ്നേഹിതന്മാരും ചാർച്ചക്കാരും നമ്മുടെ നന്മയുടെ കാലങ്ങളിൽ ഉണ്ട്. എന്ന കഷ്ടകാലങ്ങളിൽ, അതുവരെയുള്ള കാലങ്ങളുടെ സ്നേഹവും ഊഷ്മളതയും എല്ലാം മറന്നുകൊണ്ട് അകലെയാകുന്ന സ്നേഹിതരുള്ള കാലഘട്ടത്തിലാണ്, മാറി നിൽക്കേണ്ടി വന്ന് ഒറ്റപ്പെടേണ്ടി വരുന്ന സാഹചര്യങ്ങളുള്ള കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഇന്ന് ജീവിക്കുന്നത് എന്നുള്ളത് പരമാർത്ഥമല്ലേ? ദൈവഭക്തനായ ഇയ്യോബ് തന്റെ സ്നേഹിതന്മാരുടെ ചോദ്യങ്ങൾക്കും ആരോപണങ്ങൾക്കും കണക്കിന് മറുപടി കൊടുത്തുകൊണ്ട് വിജയിച്ച് വിരാജിക്കുമ്പോൾ സർവജ്ഞാനിയായ ദൈവം ഒരുപിടി ചോദ്യങ്ങളുമായി ഇയ്യോബ് എന്ന ഭക്തനായ മനുഷ്യന്റെ അടുക്കൽ കടന്നു വരുന്നതാണ് വാസ്തവത്തിൽ ഇയ്യോബിന്റെ പുസ്തകം 40-41 അധ്യായങ്ങളിൽ കുറിച്ചിട്ടിരിക്കുന്നത്. ഒന്നിനും ഉത്തരം പറയാൻ, ദൈവത്തിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയാത്ത വിധത്തിൽ നിൽക്കുന്നതായ ഇയ്യോബ് പരാജയം സമ്മതിച്ചേ പറ്റൂ. പക്ഷേ 42-ാം അധ്യായത്തിൽ, അത് ഇയ്യോബിന്റെ പുസ്തകം അതിന്റെ അവസാന അധ്യായത്തിൽ, അതിന്റെ ആരംഭത്തിൽ 2-ാം വാക്യത്തിലാണ് നാം ഇന്ന് വായിച്ച് കേട്ടതായ വചനം. എന്തായിരുന്നു? നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. അതേ പ്രിയപ്പെട്ടവരെ, വളരെ ജ്ഞാനത്താൽ നിറഞ്ഞ ദൈവഭക്തിയുടെ ആഴത്തെ പ്രദർശിപ്പിക്കുന്ന വാക്കുകളാണ് വാസ്തവത്തിൽ ഇയ്യോബിന്റെ വായിൽ നിന്ന് 40-41 അധ്യായത്തിലെ ആ ചോദ്യങ്ങളുടെ നിന്ന് ഒരു ഉത്തരം കൊടുക്കത്തക്ക വിധത്തിൽ അവന്റെ വായിൽ നിന്ന് വരുന്നതായ വാക്കുകൾ. ഒന്നിനും ഉത്തരം പറയാത്ത സാഹചര്യത്തിൽ വളരെ പ്രതികൂലമായ ഉത്തരം കൊടുക്കാൻ, എന്താണ് കൊടുക്കേണ്ടതെന്നുള്ള ഒരു വലിയ സങ്കടത്തോട് കഴിയുന്ന ഇയ്യോബിന്റെ വായിൽ നിന്ന് വരുന്ന ദൈവഭക്തിയുടെ
ആഴത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്ന അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നു. പ്രിയപ്പെട്ടവർ, ഈ കാലങ്ങളിൽ നാം നേരിടുന്നതായ ദുരന്തങ്ങളിൽ, നാം നേരിടുന്നതായ പ്രതികൂല സാഹചര്യങ്ങൾ, രോഗമാവട്ടെ, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള ആകുലതകളാവട്ടെ, സാമ്പത്തിക കടഭാരങ്ങളാവട്ടെ, ജീവിതത്തിന്റെ ഏത് മേഖലകളിലും നീറുന്ന അനുഭവങ്ങളിൽ സാന്ത്വനമായി തീരാൻ നിന്റെ ഭക്തിയുടെ മാർഗം, മുറുകെ പിടിക്കുന്ന ദൈവശക്തി, അത് ഒരു നിറവായി തീരുമെന്നുള്ളതിന് സംശയമില്ല. കാരണം തൻ്റെ ജീവിതത്തിൽ നേരിട്ട പ്രതികൂല സാഹചര്യങ്ങളുടെ മധ്യത്തിലും തളർന്നു പോകാതെ, സ്നേഹിതരും പ്രിയപ്പെട്ടവരുമൊക്കെ അകലെയാകുമ്പോഴും, ഒറ്റയ്ക്ക് ഏകാന്തതയിലായിരിക്കുമ്പോഴും ദൈവസ്നേഹത്തെയും ദൈവഭക്തിയെയും മറന്നു പോകാതെ ദൈവകരങ്ങളിൽ പരിപൂർണമായി സമർപ്പിച്ച ഭക്തനായ യോബിന്റെ ജീവിതമാണ് ഇവിടെ വിളിച്ചു പറയുന്നത്, നിനക്ക് സകലതും കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ല എന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് ദൈവത്തെ മനുഷ്യന് വേണ്ടത് ഏത് സാഹചര്യത്തിലാണ്? തന്നെ കൊണ്ട് മറ്റാരെ കൊണ്ടുമോ യാതൊന്നിനും സാധിക്കാതെ വരുന്ന സാഹചര്യങ്ങൾ. ഞാനായിട്ട് ശ്രമിക്കുന്നു, ആ ശ്രമങ്ങളിൽ ഞാൻ പരാജിതനാകുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിച്ച് അവര് വഴി ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ, എനിക്ക് വേണ്ടത് ദൈവസഹായമാണ്. ഈ കാലഘട്ടത്തിൽ ഇന്ന് മനുഷ്യൻ പലതിലും അഭയം തേടുകയാണ്. സമ്പത്തുകളും കഴിവുകളും അല്ലെങ്കിൽ സന്തോഷം പകരുന്ന മദ്യവും സ്നേഹിതരിലും പ്രബലതയിലും പാരമ്പര്യങ്ങളിലുമൊക്കെ നാം ഇന്ന് സന്തോഷം കണ്ടെത്തുവാൻ ശ്രമിക്കുമ്പോൾ, പ്രതീക്ഷയ്ക്ക് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ കടന്നു വരുമ്പോൾ, ആരുമില്ലാതെയാകുമ്പോൾ, ആരും ചേർത്ത് പിടിക്കാൻ കഴിയാതെ വരുമ്പോൾ, എന്നെ സഹായിക്കാൻ കഴിയുന്ന യോബിന്റെ ദൈവമുണ്ട് എന്ന് വിശ്വാസത്തോടെ നമുക്ക് ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടയായിത്തീരണം. പ്രിയപ്പെട്ടവരെ, ഈ ജീവിതത്തെ വിജയിപ്പിക്കുവാൻ നമുക്ക് ആത്മീക ചിന്തയിൽ നാം ശ്രമിക്കുമ്പോൾ ശുഭാപ്തി വിശ്വാസമുള്ളവരായിരിക്കണം. വിശ്വാസത്തിൽ അങ്ങനെയുള്ളവർക്ക് മാത്രമേ ദൈവാശ്രയമുള്ളവരായി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അസാധ്യമെന്ന് തോന്നുന്ന ഇടങ്ങളെ സാധ്യമാക്കി തീർക്കുന്ന ദൈവം, ലോകത്തിൽ നമ്മുടെ ജീവിതയാത്രയിൽ, സ്വർഗീയ കനാനിലേക്കുള്ള നമ്മുടെ യാത്രയിൽ ഏതെല്ലാം വിഘ്നങ്ങൾ സംഭവിച്ചാലും പതറരുതേ എന്ന് ഇയ്യോബിന്റെ ജീവിതം വ്യക്തമായി നമുക്ക് മനസ്സിലാക്കി തരികയാണ്. ഒരുപക്ഷെ നീ ഒരു രോഗിയായിരിക്കാം, ചില അപകടങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി ജീവിതമായിരിക്കാം, സാമ്പത്തികമായ തകർച്ചകളും ദാമ്പത്യ ജീവിതത്തിന്റെ ചില പരാജയങ്ങൾ, ദൈവത്തോടല്ലാതെ മറ്റാരോടും പറയാൻ കഴിയാത്ത ഒരുപിടി നൊമ്പരങ്ങളുമായിട്ട് കഴിയുന്ന വ്യക്തി ജീവിതങ്ങളായിരിക്കാം. സ്നേഹം നാം ആഗ്രഹിക്കുന്ന ഇടങ്ങളിൽ സ്നേഹശൂന്യത അനുഭവിക്കുന്ന ചില വഴികളിലൂടെ നാം യാത്ര ചെയ്യുന്നവരായിരിക്കാം. മക്കളിൽ നിന്നും നാം വിചാരിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കാതെ വരുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കാം. ഏത് തന്നെയുമാവട്ടെ, നിന്നെ മുറിവേൽപ്പിക്കുന്ന, മുറിവേറ്റ് നീ കിടക്കുന്ന നിന്റെ സാഹചര്യങ്ങളിൽ നിന്ന് ഒരു നന്മയുടെ വഴിത്താര് ഒരുക്കി തരുന്ന, അനുഗ്രഹത്തിന്റെ ആ സൗഖ്യമായി, ശാന്തിയായി, സമാധാനമായി എന്നെയും നിങ്ങളെയും വഴി നടത്താൻ കഴിയുന്ന ദൈവം, ഇയ്യോബിന്റെ ദൈവത്തിൽ നമുക്ക് ആശ്രയിക്കുവാനായിട്ട് സാധിക്കണം. ഇവിടെ നാം ചിന്തിച്ചു വരുന്നത് അസാധ്യങ്ങളെ സാധ്യങ്ങൾ ആദ്യമാക്കി എങ്ങനെ മാറ്റാം എന്നുള്ളതാണ്. ദൈവം അസാധ്യമായിട്ടുള്ളതിനെ സാധ്യമാക്കി തരുമെന്നുള്ള ആ വിശ്വാസം നമുക്ക് ഉണ്ടായേ പറ്റൂ. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം നാം പരിശോധിക്കുമ്പോൾ അതിൻ്റെ 18-ാം അധ്യായത്തിൽ അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ വിവരിച്ചിരിക്കുന്ന ഒരു സംഭവമുണ്ട്. അവിടെ മമ്രയുടെ തോപ്പിൽ കൂടാരവാതിക്കൽ ഇരിക്കുന്ന അബ്രഹാമിനെ യഹോവയായ ദൈവം പ്രത്യക്ഷനാകുന്നത് നാം അവിടെ വായിച്ച് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ. അവൻ തലപൊക്കി നോക്കുമ്പോൾ 3 പുരുഷന്മാർ നിൽക്കുന്നത് കാണുകയാണ്. ആ 3 പുരുഷന്മാർ നിൽക്കുന്നത് കാണുമ്പോൾ അവരെ അടുക്കലേക്ക് ചെന്ന് അവരെ എതിരേൽക്കുകയാണ്. നിലം വരെ കുനിഞ്ഞ് കൊണ്ട് തൻ്റെ എളിമയുടെ ആ വലിയ ദൃഷ്ടാന്തം നൽകിക്കൊണ്ട് അബ്രഹാം ആ പുരുഷന്മാരെ തൻ്റെ ഭവനത്തിലേക്ക് വിളിക്കുകയാണ്, ക്ഷണിക്കുകയാണ്.
ആ അതിഥികളായി തൻ്റെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്ന അബ്രഹാമിൻ്റെ ആ ജീവിതം വാസ്തവത്തിൽ അവൻ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഭവനത്തിൽ ദൈവപുരുഷന്മാരെ ക്ഷണിക്കുന്നു, വരിക, നിങ്ങളുടെ കാലുകൾ ഞാൻ കഴുകാം, നിങ്ങൾ അല്പം ഭക്ഷണം കഴിച്ച് വിശ്രമിച്ച് നിങ്ങൾക്ക് മടങ്ങാം. അത്രമാത്രം ഒരു അതിഥി സൽക്കാര പ്രിയനായ അബ്രഹാമിനെയാണ് വാസ്തവത്തിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അബ്രഹാം തിടുക്കത്തിൽ ചെന്ന് തൻ്റെ ഭാര്യയായ സാറയെ അറിയിക്കുകയും ബാല്യക്കാരനെ ക്രമീകരിച്ച് അവർക്കാവശ്യമായിരിക്കുന്ന ഭക്ഷണം നൽകുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങൾ ചെയ്യുകയാണ്. 3 ഇടങ്ങഴി മാവെടുത്ത് കുഴച്ച് അപ്പമുണ്ടാക്കുവാനായിട്ട് അബ്രഹാം ആവശ്യപ്പെടുകയാണ്. ബാല്യക്കാരനോട് പറയുന്നുണ്ട്, പശുക്കൂട്ടത്തിൽ ഓടിച്ചെന്ന് ഇളയതും നല്ലതുമായ കാളക്കുട്ടിയെ പിടിച്ച് അത് പാകം ചെയ്യാൻ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ വെണ്ണയും പാലും താൻ പാകം ചെയ്ത കാളക്കുട്ടിയും കൊണ്ടുവന്ന് ഈ ദൈവപുരുഷന്മാരുടെ മുന്നിൽ വെച്ച് അവർക്ക് ഭക്ഷണം കൊടുത്ത് അവരെ ശുശ്രൂഷിക്കുന്ന അതിഥി സൽക്കാര പ്രിയനായ അബ്രഹാമിനെ ഇവിടെ നാം കാണുന്നുണ്ട്. എന്നാൽ ഭക്ഷണം കഴിച്ച് വിശ്രമം കഴിയുമ്പോൾ ആ ദൈവപുരുഷൻ ആവശ്യപ്പെടുന്നുണ്ട്, നിന്റെ ഭാര്യയായ സാറ എവിടെ? അതിൻ്റെ പിന്നാമ്പുറത്ത് എല്ലാം കണ്ടും മനസ്സിലാക്കിക്കൊണ്ടുമിരിക്കുന്ന തൻ്റെ ഭാര്യയായ സാറ. എന്നാൽ അബ്രഹാമിനോട് ഈ ദൈവപുരുഷൻ പറയുന്നത് ഇങ്ങനെയാണ്: അടുത്ത വർഷം ഞങ്ങൾ ഇതിലെ വരും. ഞങ്ങൾ വരുമ്പോൾ നിനക്ക് ഒരു പൈതലിനെ, ഒരു കുഞ്ഞിനെ നിനക്ക് ലഭിക്കുമെന്നുള്ള വാഗ്ദത്വമാണ് വാസ്തവത്തിൽ ആ ദൈവപുരുഷനിൽ നിന്ന് കേൾക്കുന്നത്. വാസ്തവത്തിൽ പുറകെ ഇരുന്ന സാറ ചിരിച്ചു. കാരണം അവളുടെ ജീവിതത്തിൻ്റെ പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു കാലഘട്ടത്തിലാണ് വാസ്തവത്തിൽ ഇവിടെ ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത്. അങ്ങനെ ഒരു ഇസഹാക്കിനെ ലഭിക്കുവാൻ തക്കവണ്ണം ദൈവപ്രസാദം ത്തിൻ്റെ വചനങ്ങൾ വാസ്തവത്തിൽ അബ്രഹാം കേൾക്കുകയാണ്. വാസ്തവത്തിൽ ഈ അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറയുവാനായിട്ട് സാധിക്കും, അദ്ദേഹം ഒരു അതിഥി സൽക്കാര പ്രിയനാണ്. എല്ലാ പ്രാചീന സംസ്കാരങ്ങളിലെയും പ്രത്യേകതയാണ്, സവിശേഷതയാണ് വാസ്തവത്തിൽ അതിഥി സൽക്കാരം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് എബ്രായ ജനതയുടെ പാവനമായ കടമയും പാരമ്പര്യവുമാണ് അതിഥികളെ സൽക്കരിക്കുക എന്നുള്ളത്. അബ്രഹാം 3 അപരിചിതരെ സന്തോഷത്തോടെ സ്വീകരിച്ച് അവർക്ക് ആഹാരവും വിശ്രമിക്കാനുള്ള സൗകര്യവും ഇവിടെ കൊടുക്കുകയാണ്. സ്വന്തം ആവശ്യങ്ങളെ അവഗണിച്ച് ത്യാഗപൂർവമായി തങ്ങളുടെ അതിഥികളെ സന്തോഷിപ്പിക്കുന്നതായ ആ വലിയ മനോഭാവം ഇവിടെ വളരെ ശ്രദ്ധേയമാണ്. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു കാര്യം നടക്കാനുള്ള സാധ്യത എന്തെന്നുള്ള രീതിയിൽ വാസ്തവത്തിൽ ഒരു ചോദ്യരൂപേണയാണ് സാറയുടെ ചിരി വിടർന്നത്. എന്നാൽ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം അതിൻ്റെ 14-ാമത്തെ തിരുവചനത്തിലൂടെ ഇവിടെ പറയുന്ന കാര്യം ഇതാണ്: യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? സർവശക്തനായ ദൈവം അബ്രഹാമിനോട് ചോദിച്ച ചോദ്യമാണ് ഇത്. ഇസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്? യഹോവയെ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത എന്തെങ്കിലും കാര്യമുണ്ടോ? അബ്രഹാം, സാറ വൃദ്ധ ദമ്പതികളായിരിക്കുന്നവർ. അവരുടെ ദാമ്പത്യവല്ലരിയിൽ പുഷ്പത്തിന്റെ വസന്തമുണ്ടാക്കുവാൻ പോകുന്നത് എന്ന് ദൈവം പറഞ്ഞപ്പോൾ കേട്ട മാത്രയിൽ തന്നെ സാറ ഉള്ളുകൊണ്ട് ചിരിക്കുകയാണ്. ഈ ചിരിയുടെ പൊരുളറിഞ്ഞ ദൈവം വാസ്തവത്തിൽ സാറയോടല്ല, അബ്രഹാമിനോടാണ് വാസ്തവത്തിൽ ചോദ്യരൂപത്തിൽ അതിന് ഉത്തരം കൊടുക്കുന്നത്. എന്തായിരുന്നു? ദൈവത്താൽ അല്ലെങ്കിൽ യഹോവയാൽ കഴിയാത്ത കാര്യം ഉണ്ടോ? മാനുഷികമായ ബുദ്ധിയിൽ അസാധ്യമാണ്. അവരുടെ പ്രായം കഴിഞ്ഞുപോയി. ശാസ്ത്രീയമായി വിലയിരുത്തിയപ്പോൾ ഒരു മകനെന്ന പ്രതീക്ഷയ്ക്ക് സ്ഥാനം ഇല്ല. ഒരാണ്ട് കഴിഞ്ഞിട്ട് വരുമ്പോൾ ഒരു മകനെ കിട്ടുമെന്നുള്ള ശുഭപ്രതീക്ഷയുടെ വാർത്ത അറിയിക്കുമ്പോൾ അത് പിന്നാമ്പുറങ്ങളിൽ നിന്ന് കേട്ട സാറ സ്വാഭാവികമായി ചിരിക്കുന്നതിന് കാരണമുണ്ട്. കാരണം സാറ ഒരു വൃദ്ധയായിരിക്കുന്നു.
സ്ത്രീകൾക്കുള്ള പതിവ് നിന്നുപോയവളാണ്. സുഖഭോഗം ഇനി ഉണ്ടാകുകയില്ല. ഭർത്താവ് വൃദ്ധനായിരിക്കുന്നു. ഒരു കുഞ്ഞിനെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ ഇടത്താണ്, വാസ്തവത്തിൽ സാഹചര്യത്തിലാണ് അബ്രഹാമും സാറയും വസിക്കുന്നത്. ആലങ്കാരിക അർത്ഥത്തിൽ അതിനെക്കുറിച്ച് ചിന്തിച്ചാൽ നേരം വൈകിക്കഴിഞ്ഞു. സ്ഥലം ഒരു മരുഭൂമിയായി ആണ്. പടകിൽ നിന്ന് ഇറങ്ങി വല കഴുകുന്ന സമയം, അല്ലെങ്കിൽ ആഫ്റ്റർ ഫിഷിംഗ്, അത്രമാത്രം സമയം കഴിഞ്ഞിരിക്കുന്ന സാഹചര്യം. എന്നാൽ അബ്രഹാമിന്റെ മനോഭാവം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ഇസ്മായേൽ നിന്റെ മുമ്പാകെ ജീവിച്ചിരുന്നാൽ മതി എന്നുള്ള ഒരു ഭാവം. മടുപ്പ് തോന്നുന്നതായ നിമിഷങ്ങളാണ് അവരുടെ വാർദ്ധക്യ ജീവിതം. കാലങ്ങൾ മടുപ്പ് തോന്നുന്നതാണ്. എന്നാൽ ഈ മടുപ്പുകൾക്കപ്പുറത്ത് തമ്പുരാന്റെ സ്നേഹത്തിലേക്കും തമ്പുരാന്റെ വിളിയിലേക്കും കടന്നു വരുവാൻ തക്കവണ്ണം അവരെ ആഹ്വാനം ചെയ്യുന്ന ദൈവശബ്ദം ഇതാണ്: യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ? ഇപ്രകാരം വായിച്ച ഒരു കഥയുണ്ട്. ഒരു നീഗ്രോ മനുഷ്യൻ, അദ്ദേഹം വാസ്തവത്തിൽ ഈ ലോകത്തിൽ ജീവിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിലേക്ക് ചെല്ലുകയാണ്. ഭൂമിയിൽ താൻ അനുഭവിച്ചതായ പീഡനങ്ങളും വേദനകളും യേശുവിന്റെ മുന്നിൽ സ്വർഗത്തിൽ ചെന്നിട്ട് ഈ നീഗ്രോ വിവരിക്കുകയാണ്. കർത്താവേ, നിനക്ക് അറിയത്തില്ല, ഭൂമിയിൽ ഒരു കറുത്ത വർഗക്കാരനായി ജീവിക്കേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന അപമാനവും തിരസ്കരണവും വെറുപ്പും അവജ്ഞയും നിനക്കറിയില്ല കർത്താവേ. എന്നാൽ യേശുദമ്പുരാൻ ആ നീഗ്രോയായ മനുഷ്യനോട് പറയുകയാണ്, എനിക്ക് മനസ്സിലാകും. ഞാനും ഒരിക്കൽ ഇതുപോലെ തന്നെ വെറുക്കപ്പെട്ട സമൂഹത്തിലെ ഒരു അംഗമായിരുന്നു. എന്നാൽ ഈ കറുത്ത മനുഷ്യൻ വീണ്ടും യേശുവിനോട് പറയുകയാണ്, അതെ, എന്നാൽ എന്നെ അവർ ചൂഷണം ചെയ്തു, എന്നെ അവർ പീഡിപ്പിച്ചു, നിരപരാധിയായ എൻ്റെ പിതാവിനെ ആ മനുഷ്യർ കൊന്നു. യേശുദമ്പുരാൻ ഈ നീഗ്രോ മനുഷ്യനോട് പറയുകയാണ്, തൻ്റെ ആണിപ്പാടുകളെ കാണിച്ചുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, നീ എൻ്റെ ആണിപ്പാടുകളെ കാണുക. എന്തുമാത്രം വേദനകളാണ് ഞാൻ സഹിച്ചത്. എന്നാൽ ഈ കറുത്ത മനുഷ്യൻ പറയുകയാണ്, യേശുവേ, നീ എൻ്റെ വേദന മനസ്സിലാക്കുന്നില്ല. വിദ്യാഭ്യാസമില്ലാത്തത് കൊണ്ട് അവർ എന്നെ പല സമയങ്ങളിലും പരിഹസിച്ചു. എനിക്ക് ഒരിക്കലും ഒരു കുടുംബം ഉണ്ടായില്ല, എനിക്ക് തൊഴിലുമില്ലായിരുന്നു. കാരണം എപ്പോഴും യുദ്ധവും പട്ടിണിയുമുള്ള അനുഭവത്തിൽ ഒരു പരദേശിയായിട്ടാണ് ഞാൻ കഴിയേണ്ടി വന്നത്. യേശു അവനെ, ആ നീഗ്രോയെ ആശ്ലേഷിച്ചുകൊണ്ട് പറയുകയാണ്, മകനെ, നിന്റെ വേദന എനിക്ക് മനസ്സിലാകും. കാരണം ഞാനും ഒരു പരദേശിയായിരുന്നു. ദൈവം മറന്നുവെന്നും ദൈവം പലപ്പോഴും അവഗണിച്ചുവെന്നും തോന്നുന്നതായ അവസരങ്ങളിൽ ഈ വേദനകളും സഹനങ്ങളിലൂടെയൊക്കെ ഈ ലോക ജീവിതത്തിൽ നമ്മോടൊപ്പം, മനുഷ്യനോടൊപ്പം ജീവിച്ച യേശുവിന് എന്നെയും നിങ്ങളെയും മനസ്സിലാക്കുവാൻ സാധിക്കും. പാപമൊഴികെ മനുഷ്യന്റെ എല്ലാ വേദനകളെയും അവന്റെ പരിഭവങ്ങളെയും തിരിച്ചറിഞ്ഞ, അതിലൂടെയൊക്കെയും ജീവിക്കേണ്ടി വന്ന നമ്മുടെ യേശുനാഥനെ എൻ്റെയും നിങ്ങളുടെയും ജീവിതങ്ങളെ തിരിച്ചറിയുവാൻ കഴിയുമെന്നുള്ള ആ സത്യം നമുക്കുണ്ടാവണം. കാരണം ഇവിടെ വചനം അബ്രഹാമിനോടും സാറയോടും പറയുന്നത് യഹോവയ്ക്ക് കഴിയാത്ത കാര്യം വല്ലതും ഉണ്ടോ എന്നാണ്. എന്തെങ്കിലും ഒരു കാര്യമെങ്കിലും ഉണ്ടോ എന്നുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒന്നും യഹോവയ്ക്ക് കഴിയാത്തത് ഒന്നുമില്ല. കാരണം എല്ലാത്തിൻ്റെയും അധിപതിയായിരിക്കുന്ന, എല്ലാറ്റിനെയും നിയന്ത്രിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവമാണ് നമ്മുടെ പരിപാലകൻ എന്നുള്ള വിശ്വാസമാണ് നമുക്കിന്ന് ഉണ്ടാകേണ്ടത്. അവകാശിയെ സൃഷ്ടിക്കുവാനായിട്ട് സാറ തേടിയതായ കുറുക്കുവഴി നമുക്കറിയാം. ഇസ്മായിലിനെ ജനിപ്പിക്കുവാൻ തക്കവണ്ണം അബ്രഹാമിനെ ഒരുക്കുന്നു. എന്നാൽ അതിനപ്പുറം ദൈവത്തിന് തങ്ങളുടെ ആ ദാമ്പത്യവല്യരിയിൽ ഒരു പുഷ്പത്തെ വിടർത്തുവാൻ തക്കവണ്ണമുള്ള അവസരം ദൈവം ഏറിയ നാൾ കഴിഞ്ഞുവെങ്കിലും അവിടെ ഈ ദമ്പതികൾക്ക് ഒരുക്കി കൊടുക്കുകയാണ്. വൃദ്ധരായിരിക്കുന്ന ഈ ദമ്പതികളുടെ മേൽ ദൈവത്തിന്റെ ചൈതന്യ വാക്കുകളാണ് യഹോവയ്ക്ക്
കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്നത്. അതായത് ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ച് വരുത്തുന്ന ദൈവത്തെ വിശ്വസിക്കുന്നവർക്ക് നൽകുന്നതായ ഒരു വലിയ അനുഭവമാണ് എല്ലാം സാധ്യമാക്കുന്ന ദൈവ കൃപ. നമുക്കറിയാം, സങ്കീർത്തനം 115 മൂന്നാമത്തെ വാക്യം, നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, തനിക്ക് ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു. നമ്മുടെ ദൈവമോ സ്വർഗത്തിലുണ്ട്, അവൻ ഇഷ്ടമുള്ളതൊക്കെയും അവൻ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കാലങ്ങൾക്കോ പ്രായത്തിനോ ഒക്കെ അതീതമായി ദൈവത്തിൻ്റെ കരുണയും ദൈവത്തിൻ്റെ പ്രവൃത്തിയും നമ്മളുടെ മേൽ ഏത് പ്രായത്തിലും ഏത് സാഹചര്യങ്ങളിലും ഇറക്കിക്കൊണ്ടുവരാൻ ശക്തനായവനാണ് നമ്മുടെ സൃഷ്ടാവായ ദൈവമെന്ന് തിരിച്ചറിയണം. യെരമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 32-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ തിരുവചനം നമുക്ക് ഓർമ്മപ്പെടുത്തുന്നത്, യഹോവയായ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് യിരെമ്യാവ് യഹോവയോട് പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെയാണ്: യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കി, നിനക്ക് അസാധ്യമായി ഒന്നും ഇല്ല. ആ നീട്ടിയ ഭുജം കൊണ്ട്, നിന്റെ മഹാശക്തി കൊണ്ട് നീ സകലത്തെയും ഉളവാക്കിയവനാണ്, നിനക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. യിരെമ്യാ പ്രവാചകനോട് ചേർന്ന് അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതവുമായിട്ടൊക്കെ ചേർന്ന് എന്നുകൊണ്ട് എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൻ്റെ പരുക്കൻ അനുഭവങ്ങളിൽ യഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് പറയുവാൻ കഴിയണം, കർത്താവേ, ദൈവമേ, അങ്ങേക്ക് കഴിയാത്തത് ഒന്നുമില്ല. ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉളവാക്കാൻ ദൈവത്തിന് കഴിയുമെന്ന് പ്രത്യേകിച്ച് മത്തായി സുവിശേഷം 3:9 നാം കാണുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, അവൻ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ പ്രവർത്തിക്കാൻ സർവദാ യോഗ്യൻ തന്നെയാണ്. അവൻ വാക്കുമാറാത്തവനാണ്. അവൻ ഒരിക്കലും അവൻ പറഞ്ഞതിനെ തിരികെ എടുക്കുകയോ സഹതപിക്കുകയോ ചെയ്യുന്നവനല്ല. മറിച്ച് നമ്മളുടെ മേൽ അനുഗ്രഹത്തിൻ്റെ പെരുമിഴ ഇറക്കുന്ന ദൈവത്തിലാണ് നമ്മുടെ ശരണമെന്ന് നമുക്ക് മനസ്സിലാക്കണം. ലൂക്കോസിന്റെ സുവിശേഷത്തിൽ 1-ാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതായ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്കറിയാമല്ലോ. അവിടെ ജോസഫുമായിട്ട് കൂടി വരുന്നതിന് മുമ്പ് കന്യകയുടെ അടുക്കിലേക്ക് ദൈവദൂതൻ കടന്നു ചെല്ലുന്ന രംഗം നമുക്കറിയാമല്ലോ. വാസ്തവത്തിൽ ആ ഒരു രംഗത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്ന ഒരു ദൈവ അനുഭവമുണ്ട്. കാരണം പുരുഷനുമായിട്ട് കൂടി വരുന്നതിന് മുമ്പ് ഗർഭിണിയായി കാണപ്പെടുമ്പോൾ ഉണ്ടാകുന്ന പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെ മാലാഖിയുടെ ദൈവശബ്ദത്തിന് മുന്നിൽ കാതോർക്കാൻ തയ്യാറാകുന്ന, അനുസരിക്കാൻ തയ്യാറാകുന്ന വാസ്തവത്തിൽ മറിയത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ടല്ലോ. വാസ്തവത്തിൽ പുരുഷനുമായിട്ട് കൂടി വരുന്നതിന് മുമ്പ് തന്നെ ഗർഭിണിയായാൽ അതൊരു വലിയ ലോക അപവാദങ്ങൾക്കും അല്ലെങ്കിൽ കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ താൻ തന്നെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള കാര്യം അറിയാമെങ്കിലും അതിനപ്പുറം ദൈവവചനത്തിന് അമിതമായ പ്രാധാന്യം കൊടുക്കുന്ന ഒരു പാവപ്പെട്ട ഒരു കന്യകയായ മറിയത്തെ നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടല്ലോ. മറിയ ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും? സംശയമാണ്. എന്നാൽ ദൂതന്റെ പ്രഖ്യാപനം വന്നു, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ലല്ലോ. ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒന്നും ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അസാധ്യമായ അനുഭവങ്ങളെ സാധ്യമാക്കി തീർക്കാൻ മറിയത്തിലേക്ക് നൽകപ്പെടുന്നതായ ദൂതൻ നൽകുന്ന ആ വചന അറിയിപ്പ് വാസ്തവത്തിൽ നമ്മുടെ ഈ സഭയുടെ ശക്തിയാണ്. മറിയത്തിന്റെ ജീവിതം വിശ്വാസത്തിൽ നമ്മളെ ബലപ്പെടുത്തുന്ന ഏറ്റവും ഉദാത്തമായ ജീവിത മാതൃകയാണ്. ആ മറിയത്തിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ടും അവളുടെ ജീവിത ചര്യകളെ ധ്യാനിക്കുന്ന സഭാവിശ്വാസികളാണ് ഞാനും നിങ്ങളുമൊക്കെ. വളരെ കൃത്യമായി അവിടെ പറയപ്പെടുന്നുണ്ട്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരികയും അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ അധിവസിക്കുമെന്നുള്ള ആ വലിയ സ്വർഗത്തിന്റെ പദ്ധതി
വാസ്തവത്തിൽ ഗബ്രിയേൽ ദൂതൻ നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, എവിടെയാണ് ഒരു ദൈവം മനുഷ്യനായി പിറക്കേണ്ടി വരുന്ന സാഹചര്യം? ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ഈ തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വചനം നാം അടിവരയിട്ട് നമ്മുടെ ഹൃദയങ്ങളിൽ അത് ആലേഖനം ചെയ്യപ്പെടേണ്ട വചനമാണ്. നമ്മുടെ ജീവിതത്തിന്റെ ഏതനുഭവങ്ങളിലും വിളിച്ചു പറയാൻ കഴിയുന്ന സ്വർഗീയ മധ്യസ്ഥയായ മറിയം ആ മാലാഖയോട്, ദൈവ വചനത്തോട് പ്രതികരിക്കുമ്പോൾ അവളോട് പറഞ്ഞ വാക്കുകൾ സ്വർഗത്തിന്റെ ശബ്ദമാണ്. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷങ്ങൾക്ക് ശേഷം ഒരു കുഞ്ഞ് ലഭിക്കുമ്പോൾ നമ്മളതിനെ അത് മിറക്കിൾ എന്ന് പറയും. ദൈവം അത്ഭുതകരമായി തന്ന, ദൈവത്തിൽ നിന്ന് ലഭിച്ച കുഞ്ഞെന്ന് നമ്മൾ വിശേഷിപ്പിക്കും. അത് ദൈവത്തിന്റെ ദാനമെന്നാണ് നമ്മൾ പറയാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ദാമ്പത്യ ജീവിതത്തിന്റെ ആദ്യ വർഷങ്ങളിൽ ഉണ്ടാകുന്ന കുഞ്ഞ് ദൈവത്തിന്റെ ദാനമെന്ന നിലയിൽ പ്രഘോഷിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് പച്ചപരമാർത്ഥം. ഒരു രോഗം വന്നാൽ, ഒരു ക്യാൻസർ രോഗം നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ദൈവികമായ ഇടപെടലിൽ ആ രോഗം നമ്മിൽ നിന്ന് മാറുമ്പോൾ നാം വളരെ കൃത്യമായിട്ട് ദൈവത്തിന്റെ അത്ഭുതകരമായ ആ ശക്തിയെക്കുറിച്ച് വിളിച്ചു പറയും. എൻ്റെ ദൈവം എൻ്റെ ക്യാൻസർ രോഗം അല്ലെങ്കിൽ മറ്റൊരു രോഗം മാറ്റിത്തന്നു, അവൻ വലിയവനാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഓർത്തുകൊള്ളുക, ഈ രോഗം വരാതെ ഈ കാലങ്ങൾ വരെയും ദൈവത്തിന്റെ കരുതൽ അനുഭവിച്ച ഒരു വ്യക്തി ജീവിതങ്ങൾ, സമൂഹമാണ് നമ്മൾ. അങ്ങനെ ദൈവത്തിന്റെ ആ വലിയ കര സ്പർശനത്താലും ദൈവത്തിന്റെ അതുല്യമായ സ്നേഹത്താലും രോഗം വരാതെ നാം കാത്തു സൂക്ഷിക്കപ്പെടുന്ന നിമിഷങ്ങളെ അത്ഭുതമെന്നല്ലേ പറയേണ്ടത്? അപകടങ്ങൾ വരുമ്പോൾ അപകടത്തിൽ നിന്ന് അത് തെന്നിമാറി എനിക്ക് ജീവൻ വീണ്ടെടുത്തു എന്ന് പറയുന്നതിനേക്കാൾ ഉപരി ഏതെല്ലാം വിധത്തിൽ അപകടങ്ങൾ നമ്മുടെ ജീവിതത്തെ ഭരിക്കപ്പെടുമായിരുന്നു, അതിലൂടെയൊക്കെ കടന്നു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകാമായിരുന്നു. എന്നാൽ ഓർത്തുകൊള്ളുക, അപകടങ്ങൾ വന്നു എന്നുള്ളതിനേക്കാൾ ഉപരി അപകടങ്ങൾ കൂടാതെ നിന്റെ കാൽ കല്ലിൽ തട്ടാതിരിപ്പാൻ തക്കവണ്ണം മാലാഖമാരോട് കൽപ്പിക്കുമെന്ന് വാഗ്ദത്തം ചെയ്തവനായ ദൈവത്തിന്റെ ആ വലിയ വാഗ്ദത്തങ്ങൾ ഓരോ ദിനവും ഓരോ നിമിഷങ്ങളിലും അനുഭവിച്ചറിയുന്ന നാം അതിനെന്താണ് പേര് കൊടുക്കുന്നത്? ചെറിയ കാര്യങ്ങളിൽ പോലും അത്യുന്നതന്റെ ശക്തി വെളിപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഓർത്തുകൊള്ളണം, നമ്മൾ ഒന്നിനെ ഉയർത്തിക്കാട്ടിയും ഒന്നിനെ താഴ്ത്തിക്കെട്ടുവാനുമല്ല, മറിച്ച് ആത്മീക നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ജൈത്രയാത്രയിൽ ദൈവത്തിന്റെ കരുതലും സ്നേഹവും അനുഭവിക്കുമ്പോൾ നമുക്ക് ചേർന്ന് പറയാൻ കഴിയണം, ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ തിരുവചനം ലൂക്കോസിന്റെ സുവിശേഷത്തിൽ വളരെ കൃത്യമായിട്ട് പ്രതിപാദിക്കുന്ന മറ്റൊരു ഭാഗമുണ്ട്. മനുഷ്യന് അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണെന്നുള്ള ദൈവ തിരുവചനം. അതിങ്ങനെയാണ് വിവരിക്കുന്നത്. അതിന്റെ ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നാം കാണുന്ന ഒരു തിരുവചനമുണ്ട്. അതിന്റെ 18 മുതലുള്ള തിരുവചനങ്ങൾ നാം പരിശോധിക്കുമ്പോൾ, ഒരു പ്രമാണിയായ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക്, ധനികനായ മനുഷ്യൻ യേശുവിന്റെ അടുക്കലേക്ക് കടന്നു വരികയാണ്. അവൻ യേശുവിനെ തേടി വന്നത് ഒരു ചോദ്യത്തിന്റെ ഉത്തരം കണ്ടെത്താനാണ്. അവൻ യേശുവിനോട് ചോദിച്ചു, നല്ല ഗുരു, നിത്യജീവനെ അവകാശമാക്കുവാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നല്ലവനെന്ന് വിളിക്കുന്നത് എന്തെന്നൊക്കെ ചോദിച്ചിട്ട് കർത്താവ് ആ കൽപ്പനകളിലെ ആ കാര്യങ്ങളൊക്കെ വിവരിക്കുന്നുണ്ട്. വ്യഭിചാരം ചെയ്യരുത്, കൊല ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അപ്പനെയും അമ്മയും ബഹുമാനിക്കണം എന്നീ കൽപ്പനകളൊക്കെ നീ അറിയുന്നുണ്ടല്ലോ എന്ന് പറയുന്നു. എന്നാൽ ഈ ധനികനായ മനുഷ്യൻ യേശുവിന് കൊടുത്ത മറുപടി, ഞാൻ എൻ്റെ ചെറുപ്പകാലം മുതലേ ഇതെല്ലാം ഞാൻ അനുഷ്ഠിച്ചു വരുന്ന വ്യക്തിയാണ്. അത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ യേശുദമ്പുരാൻ പറഞ്ഞു, മകനെ, നിനക്കൊരു കുറവുണ്ട്. എന്താണെന്നുള്ള അറിയുവാനുള്ള ശ്രമത്തിൽ അവന്റെ മുഖത്തേക്ക് നോക്കി യേശുദമ്പുരാൻ പറയുന്നുവെന്ന് നമുക്ക് വിചാരിക്കാം. മകനെ, നിനക്കൊരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് നീ ദരിദ്രർക്ക് കൊടുക്കുക. വളരെ ധനികനായ ഒരു മനുഷ്യനാണ്. അതുകൊണ്ട് തന്നെ അവനെ ആ കാര്യങ്ങളോടുള്ള വിയോജിപ്പ് നിമിത്തം അവൻ അവിടെ നിന്ന് മാറിപ്പോകുന്നതായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇത് കേട്ടവർ, എന്നാൽ രക്ഷിക്കപ്പെടുവാൻ ആർക്ക് കഴിയുമെന്നുള്ളൊരു ചോദ്യവുമായിട്ടൊക്കെ പിന്നീട്
നിൽക്കുന്നുണ്ട്. എന്നാൽ അവരോട് പറയുന്നുണ്ട്, മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു. മനുഷ്യരാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാകുന്നു എന്ന് ഇവിടെ യേശുദമ്പുരാൻ മറുപടി നൽകുകയാണ്. വാട്ട് ഈസ് ഇമ്പോസിബിൾ ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. മുമ്പേ നാം കണ്ട ജനങ്ങൾ, പ്രത്യേകിച്ച് ഇസഹാക്കിന്റെ ജീവിതവും യേശുവിന്റെ ജീവിതവും ഒക്കെ കൊടുക്കുമ്പോൾ സാധ്യതകളുടെ നടുവിൽ നിന്ന് സാധ്യതകളുടെ ഒരു അനുഭവമാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ ധനികനായ ഈ പ്രമാണിയുടെ ചോദ്യത്തിന് മുന്നിൽ അവൻ ആഗ്രഹിക്കാത്ത വിധത്തിലുള്ള ചില നടപടികൾ പൂർത്തീകരിക്കപ്പെടണമെന്ന് പറയുമ്പോൾ അവന്റെ ഉത്തരത്തിൽ അല്ലെങ്കിൽ അവന്റെ മറുപടിയിൽ, അവന്റെ പ്രതികരണത്തിൽ വ്യത്യസ്തതയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത്. സംശയിച്ച് നിൽക്കുന്ന ജനത്തിന്റെ മുന്നിൽ, ചോദ്യത്തിന് മുന്നിൽ കർത്താവ് പറഞ്ഞ വാക്കുകളാണ്, മനുഷ്യനാൽ അസാധ്യമായത് ദൈവത്താൽ സാധ്യമാണ്. പ്രിയപ്പെട്ടവരെ, ദൈവം പണിയണം, ദൈവം ഒരുക്കണം. അങ്ങനെയെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതം ഏറ്റവും സുന്ദരവും അത് പരിപൂർണവുമായി തീരുമെന്ന് നാം വിശ്വസിക്കണം. ഇപ്രകാരം വായിച്ച് ഒരു കഥയുണ്ട്. യുദ്ധം നടക്കുന്ന ഒരു കാലഘട്ടം. അവിടെ മിലിറ്ററി ഗ്രൂപ്പ് യുദ്ധത്തിൽ അതിശക്തമായി അവരുടെ എതിരാളികളോട് പോരാടുന്നതായ സാഹചര്യം. എന്നാൽ ആ പോരാട്ടങ്ങൾക്കിടയിൽ അവരുടെ മിലിറ്ററിയിൽ ഉദ്യോഗസ്ഥനായിരിക്കുന്ന അവരുടെ ഒരു സ്നേഹിതൻ ആ കൂട്ടത്തിൽ നിന്ന് വെടിയേറ്റ് മരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തിന് ആ യുദ്ധഭൂമിയിൽ അടുത്ത് തന്നെ ഉചിതമായ ഒരു ശവസംസ്കാരം നൽകുവാനായിട്ട് സ്നേഹിതരായ മനുഷ്യർ അവർ തീരുമാനിക്കുകയാണ്. അവരിങ്ങനെ ചുറ്റും പരിധി അവരിങ്ങനെ ശ്രദ്ധിക്കുകയാണ്, എവിടെയാണ് ഈ ക്രിസ്ത്യാനിയായിരിക്കുന്ന ഈ മനുഷ്യനെ ഒരു സംസ്കാരം നൽകാൻ പറ്റിയ ഇടം. അങ്ങനെ അല്പം കൂടെ യാത്ര ചെയ്ത് ഈ ഡെഡ് ബോഡിയും വഹിച്ചുകൊണ്ട് ആ യുദ്ധഭൂമിയിൽ നിന്ന് അല്പം മാറി തങ്ങളുടെ സ്നേഹിതനെ സംസ്കരിക്കുവാൻ ഒരുങ്ങുന്ന ആ കൂട്ടുകാർ എന്നാൽ ഒരു ദേവാലയം കണ്ടെത്തി. ആ ദേവാലയത്തിൽ താമസിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്ന് അവർ ആവശ്യപ്പെട്ടു, ഞങ്ങളുടെ സ്നേഹിതനെ സംസ്കരിക്കണം തക്കവണ്ണം ഒരു സ്ഥലം ആവശ്യമാണ്. വാസ്തവത്തിൽ അച്ഛൻ തിരക്കി, മരിച്ചയാൾ എവിടുത്തുകാരനാണ്? ഈ മരിച്ചയാൾ നമ്മുടെ സഭാംഗമാണോ? വാസ്തവത്തിൽ നമ്മുടെ സഭാംഗം എന്നുള്ളതിനേക്കാൾ ആയിരുന്നു അവരുടെ മറുപടി. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായിട്ട് ഒരു നിസ്സഹായ അവസ്ഥയിലൂടെ ആ പട്ടാളക്കാർ കഴിയുമ്പോൾ അല്പം ദൈവ തോന്നിയ പുരോഹിതൻ ആ പട്ടാളക്കാരോട് പറഞ്ഞു, ഞങ്ങളുടെ സെമിത്തേരിയുടെ അതിൻ്റെ സൈഡിലായിട്ട്, അതിൻ്റെ അപ്പുറത്ത് ഒരല്പം സ്ഥലം തരാം, അവിടെ നിങ്ങൾ അടക്കണം. അങ്ങനെ അതിനെ സ്വീകരിച്ചുകൊണ്ട് മരിച്ചുപോയ തങ്ങളുടെ സ്നേഹിതനെ അടക്കി ആ പട്ടാളക്കാർ യാത്രയായി. പിറ്റേ ദിവസം ആ ഖബറിടത്തിൽ കടന്നു വരാനും പ്രാർത്ഥിക്കുവാനും ഒരുങ്ങി വന്ന സ്നേഹിതരായ പട്ടാളക്കാർ വീണ്ടും അടക്കിയതായ സ്ഥലത്ത് മടങ്ങി വന്നു. എന്നാൽ അവർ വീണ്ടും അധികമായി പരിധി നോക്കി. കാരണം തങ്ങളുടെ സ്നേഹിതനെ അടക്കിയ വേലിക്ക് പുറത്തുള്ള ആ സ്ഥലം കണ്ടെത്തുവാൻ അവർക്ക് കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ ആ പള്ളിയുടെ വികാരി അച്ഛനായിരിക്കുന്ന പുരോഹിതന്റെ അടുക്കൽ ചെന്നിട്ട് ചോദിച്ചു, ഇന്നലെ അങ്ങ് ഞങ്ങൾക്ക് അനുവദിച്ചു തന്ന ആ വേലിക്ക് അപ്പുറത്തുണ്ടായിരുന്ന സ്ഥലത്ത് ഞങ്ങളുടെ സ്നേഹിതനെ അടക്കം ചെയ്തിരുന്നുവല്ലോ, എന്നാൽ ആ സ്ഥലം ഞങ്ങൾക്ക് ഇന്ന് കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല. ആ പുരോഹിതൻ ഇങ്ങനെ ആ പട്ടാളക്കാർക്ക് മറുപടി കൊടുത്തു, സഹോദരങ്ങളെ, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാനായില്ല. നിങ്ങളുടെ സുഹൃത്തിനെ സെമിത്തേരിക്ക് വെളിയിൽ സംസ്കരിക്കേണ്ടി വന്നല്ലോ എന്നുള്ള അങ്ങനെ അനുവദിച്ചു കൊടുത്തതിൻ്റെ വേദനകൾ ഉൾക്കൊണ്ടുകൊണ്ട് വേദനിച്ച് കഴിയുകയായിരുന്നു. എന്നാൽ രാത്രിയിൽ എഴുന്നേറ്റ് സെമിത്തേരിയുടെ വേലി പുറത്തേക്ക് ഇറക്കിക്കെട്ടി അങ്ങനെ ആ കല്ലറിയും സെമിത്തേരിയുടെ ഭാഗമാക്കി ഞാൻ മാറ്റി. പ്രിയപ്പെട്ടവരെ, ഈ കഥ ഒരു നിസ്സാരമായി എനിക്ക് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്നാൽ ആഴത്തിൽ ഇതിലടങ്ങിയിരിക്കുന്ന ഒരു പച്ച പരമാർത്ഥമുണ്ട്. എന്ന് പറഞ്ഞാൽ, നീ അകലെയാണെന്നും സാധ്യമല്ല എന്നും നിന്നെ ആർക്കും വേണ്ടെന്നും അല്ലെങ്കിൽ ഇനി എനിക്ക് സൗഖ്യത്തിന് സാധ്യതയില്ലെന്നും വിജയിക്കാനാവില്ലെന്നും ചിന്തിക്കുന്നിടത്ത്
നീ ആയിരിക്കുന്ന ഇടങ്ങളിൽ വേലി പൊളിച്ച് അതിൻ്റെ ഉള്ളിലാക്കി ദൈവത്തിൻ്റെ സ്വന്തമാക്കി തീർക്കുന്ന ഒരു ദൈവകരം പ്രവർത്തിക്കുന്ന നിമിഷം അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ വൈകി വന്ന വസന്തമാണെങ്കിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് വേലി പൊളിച്ച് മാറ്റി അതിൻ്റെ ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ചൈതന്യത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മെ മാറ്റിമറിക്കുന്ന ഒരു ദൈവം ഉണ്ട്. കാരണം അവന് ഒന്നും അസാധ്യമല്ല എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സാധ്യമാക്കി തീർക്കുന്ന, വേലി പൊളിച്ച് മാറ്റിക്കിട്ടുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി പോരാടാൻ ഉണ്ട് എന്ന് നാം തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഈ ഒരു തിരിച്ചറിവ് എന്ന് പറഞ്ഞാൽ ദൈവം അസാധ്യ കാര്യങ്ങളെ സാധ്യമാക്കി തീർക്കുന്നു എന്നുള്ളതാണ്. ആ സാധ്യതകളെ ഒരു സാധ്യതയുടെ അനുഭവങ്ങളാക്കി മാറ്റുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ദൈവ തിരുവചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു വചനഭാഗമുണ്ട്. മർക്കോസിന്റെ സുവിശേഷത്തിലാണ്, 9-ാം അധ്യായത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവിടെ 14 മുതലുള്ള വചനങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന ഒന്നുണ്ട്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: ശിഷ്യന്മാരും ശാസ്ത്രിമാരും തമ്മിലുള്ള ഒരു തർക്കമാണ് വാസ്തവത്തിൽ അവിടെ വിവരിച്ചിരിക്കുന്നത്. ചുറ്റും നിൽക്കുന്നതായ ആ ശാസ്ത്രിമാര് തർക്കിച്ചുകൊണ്ടിരിക്കുകയാണ്. യേശുദമ്പുരാൻ അവിടേക്ക് വരികയാണ്. എന്താണ് പ്രശ്നമെന്നുള്ള രീതിയിൽ യേശു ചോദിക്കുമ്പോൾ അവിടെ നിന്നൊരു മറുപടി ഇങ്ങനെയാണ് പറയുന്നത്: ഇവിടെ ഞങ്ങളുടെ ഇടയിൽ ഒരു പിതാവ് പറയുകയാണ്, ഊമനായ ആത്മാവുള്ള ഒരു മകനെ കൊണ്ടുവന്നു. നിന്റെ ശിഷ്യന്മാരോട് ആ ഊമനായ ആ മനുഷ്യനിൽ നിന്ന് അശുദ്ധാത്മാവിനെ പുറത്താക്കുവാൻ ഞങ്ങൾ ആവശ്യപ്പെട്ടു. എന്നാൽ അവർക്ക് ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല. വാസ്തവത്തിൽ യേശുദമ്പുരാൻ പറയുന്ന വാക്യതാണ്: അവിശ്വാസമുള്ള തലമുറയെ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. വാസ്തവത്തിൽ യേശുദമ്പുരാൻ പറയുന്നു, ആ കുഞ്ഞിനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അവൻ അശുദ്ധാത്മാവ് വലിച്ച് ഇഴച്ച് ഒരു വലിയ വേദനാജനകമായ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. വാസ്തവത്തിൽ ശിഷ്യന്മാർക്ക് കഴിയാതെ പോയതിൻ്റെ മുന്നിൽ കാരണങ്ങളുണ്ടാവാം. എന്നാൽ കർത്താവ് ഈ ബാലന്റെ പിതാവിനോട് വാസ്തവത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. യേശു അവനോട് പറഞ്ഞു, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്ന സകലതും കഴിയുമെന്ന് പറയുകയാണ്. കർത്താവെ, എൻ്റെ മകനെ നിന്നാൽ സൗഖ്യം ലഭിക്കണമെന്നുള്ള ആഗ്രഹമാണ് വാസ്തവത്തിൽ പിതാവ് പ്രകടിപ്പിക്കുന്നത്. ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്: വിശ്വസിക്കുന്നതിന് സകലതും കഴിയുമെന്ന് പറഞ്ഞുകൊണ്ട് ആ മകനിൽ നിന്ന് അശുദ്ധാത്മാവിനെ വിടുവിക്കുന്ന യേശുവിനെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. പിതാവിനോട് പറയുകയാണ്, നിനക്ക് വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പിതാവ് യേശുവിനോട് പറയുമ്പോൾ ഒരു ശാസന രൂപത്തിലാണ് വാസ്തവത്തിൽ യേശുദമ്പുരാൻ മറുപടി കൊടുക്കുന്നത്. നിന്നാൽ കഴിയുമെന്നോ? വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എനിത്തിങ് ഈസ് പോസിബിൾ ഇഫ് എ പേഴ്സൺ ബിലീവ്സ്. ഒരാൾ വിശ്വസിക്കുന്നെങ്കിൽ അവിടെ ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓൾ തിങ്സ് ആർ പോസിബിൾ. സകലതും സാധ്യമാണ്. എന്നാൽ വിശ്വാസത്തിന്റെ ആഴത്തിൽ വലയിറക്കുന്നവർക്കാണ് പെരുമീൻ അത് വല നിറച്ചെടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. വിശ്വാസത്താൽ സൗഖ്യമുണ്ട്, വിശ്വാസത്താൽ വിജയമുണ്ട്, വിശ്വാസത്താൽ സാത്താനെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കുമെന്ന് പ്രിയപ്പെട്ടവരെ നാം വിശ്വസിക്കണം. വിശ്വാസം ദൈവത്തെ ചലിപ്പിക്കുന്ന ശക്തമായ അനുഭവമാണ്. വിശ്വാസത്തിലാണ് അസാധ്യങ്ങൾ സാധ്യമായി തീരുന്നത് എന്നുകൂടി നാം ഓർക്കണം. മൂന്നാമതായിട്ട് മറ്റൊരു തിരുവചന ഇതിൻ്റെ ഭാഗം തന്നെ നാം കാണുന്നത്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് പിന്നീട് തിരുവചനത്തിലൂടെ തമ്പുരാൻ അരുളി ചെയ്യുന്നുണ്ട്. പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ട് പോകുകയില്ല. ഭൂതങ്ങളോട് കൽപ്പിക്കുവാനായിട്ട് ആ പ്രാർത്ഥനയുടെ ശക്തി ആവശ്യമാണ്. എന്നാൽ ശിഷ്യന്മാർക്ക് കഴിയാതെ പോകുമ്പോൾ അവരെ തിരുത്തിക്കൊണ്ട് പഠിപ്പിക്കുന്ന തമ്പുരാൻ വളരെ വ്യക്തമായി ഓർമ്മപ്പെടുത്തുകയാണ്, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല. പ്രാർത്ഥന ഒരു വിശ്വാസിയുടെ ശക്തിയാണ്. പ്രാർത്ഥനയിൽ ശക്തിപ്പെടണം. വ്യക്തിപരമായ പ്രാർത്ഥന, കുടുംബ ജീവിതത്തിലെ പ്രാർത്ഥന, സമൂഹത്തിൽ അല്ലെങ്കിൽ ദേവാലയത്തിൽ ഒന്നിച്ചുകൂടിയുള്ള പ്രാർത്ഥനകൾ, കുദാശകൾ,
വിശുദ്ധ കുർബാന അനുഭവങ്ങൾ എല്ലാം ഒരു മനുഷ്യൻ്റെ ആത്മീക ജീവിതത്തെ സമ്പന്നമാക്കുന്നു എന്നുള്ള വലിയൊരു സത്യം പലപ്പോഴും മറന്നു പോവുകയാണ്. ഇന്ന് ആചാരാനുഷ്ഠാനങ്ങളുടെ ബാഹ്യമായ കർമ്മങ്ങളുടെ പിന്നാലെ നാം പോകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് എവിടെയാണ് നമ്മുടെ പ്രാധാന്യം? ചടങ്ങുകളാക്കി മാറ്റുന്ന പ്രാർത്ഥനാ ജീവിതമല്ല, വ്യക്തിപരമായി എൻ്റെ ദൈവത്തോടുള്ള എൻ്റെ ആ വലിയ വിശ്വാസത്തിൻ്റെ കാഴ്ചപ്പാടും എൻ്റെ പ്രത്യാശയുമൊക്കെ അറിയിക്കുന്ന നിമിഷങ്ങളാണ്. ഞാൻ ദൈവവുമായിട്ട് സംവേദിക്കുന്ന, ഞാൻ പറയുക മാത്രമല്ല, ദൈവത്തെങ്കിൽ നിന്ന് ഞാൻ കേൾക്കുന്ന ആ തിരുമായ ഒഴികളെ പൂർണ്ണമായും വിശ്വസിച്ചേറ്റെടുക്കുമ്പോൾ എൻ്റെ മേൽ ഉള്ളതായ എല്ലാ പ്രതികൂല അനുഭവങ്ങളെയും മാറ്റിമറിക്കുവാൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക്, അല്ലെങ്കിൽ ഓരോ പ്രാർത്ഥനകളും ദൈവവൈതലിൻ്റെ പ്രാർത്ഥനകൾ പര്യാപ്തമായി തീരുമെന്ന് നാം അറിയണം. ഇസ്രായേൽ ജനം ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു. അവരുടെ പ്രാർത്ഥനയും അവരുടെ നിലവിളിയുമൊക്കെ കാലാകാലങ്ങളിൽ ദൈവം കേട്ട് അവരുടെ ജീവിതത്തിൽ പാറയിൽ നിന്ന് വെള്ളമൊഴുക്കി കൊടുക്കാനും, അവർക്ക് മന്ന ഇറക്കി കൊടുക്കുവാനും, അവർക്ക് കാടപ്പക്ഷികളെ നൽകുവാനും ശക്തമായ ഒരു സാധ്യതകളില്ലാത്തിടത്ത് സാധ്യതകളുടെ പാറയെ അത് പിളർന്നു കൊടുക്കുവാൻ, ചെങ്കടലിന്റെ നടുവിൽ തുറന്ന നിലത്തോടെ നടന്നു നീങ്ങുവാൻ, ശത്രുവിൽ നിന്ന് പൂർണ്ണമായ ഒരു വിജയം ലഭിക്കുവാൻ തക്കവണ്ണം അവർക്ക് ഭക്ഷണമില്ലാതെ വാടിക്കൊഴിഞ്ഞു പരാതികളോടെ കടന്നു പോകുന്ന ഇടങ്ങളിൽ അവിടെ ഭക്ഷണം ഒരുക്കി കൊടുത്ത ഇസ്രയേലിന്റെ പരിപാലകനായ ദൈവത്തെ നാം കാണുന്നുവെങ്കിൽ, ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചനം നൽകി കനാൻ ദേശത്തേക്ക് കൊണ്ടുവരുവാൻ അവരുടെ വിശ്വാസവും അവരുടെ പ്രാർത്ഥനയും ഇടയാക്കി തീർത്തു. അതുകൊണ്ട് ഇന്ന് പ്രാർത്ഥന നഷ്ടപ്പെടുന്ന മേഖലകളിൽ നമ്മുടെ കുടുംബ ബന്ധങ്ങൾ തകരുകയാണ്. പ്രിയ യൗവനക്കാരാ, പ്രിയപ്പെട്ട ഓരോ വ്യക്തി ജീവിതങ്ങളോടും എനിക്ക് പറയുവാനുള്ളത്, ഇന്ന് പിശാച് നമ്മുടെ ഹൃദയങ്ങളെ അടക്കി വാഴുവാൻ നാം വിട്ടുകൊടുക്കരുത്. ഈ നോമ്പിന്റെ കാലയളവുകൾ നമ്മെ കൂടുതൽ ദൈവത്തോട് കൂടുതൽ ശക്തമായി അടുക്കുന്നതിനുള്ള, ആഴത്തിൽ ദൈവത്തെ അറിയുവാനുള്ള ശക്തിയാണ് വാസ്തവത്തിൽ നമ്മുടെ പ്രാർത്ഥന അനുഭവം. പ്രാർത്ഥനയിൽ ഉദാസീനത കാണിക്കുമ്പോൾ, പിതാക്കന്മാർ ഒരുക്കിയിരിക്കുന്ന പ്രാർത്ഥനകളുടെ ആ ആഴപ്പെട്ട സത്യങ്ങളെ നാം ചൊല്ലുമ്പോൾ, ഏറ്റു ചൊല്ലുമ്പോൾ, ആഴത്തിൽ നമ്മോട് ഇടപെടുന്ന ഒരു ദൈവ കരുതലാണ് വാസ്തവത്തിൽ പ്രാർത്ഥനയിലൂടെ നമുക്ക് ലഭിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. പിശാചിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ അധിപതിയായി നമ്മെ അവൻ്റെ കൂടെ ചേർത്ത് നിർത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ അവൻ്റെ ഏറ്റവും വലിയ തന്ത്രമാണ് പ്രാർത്ഥന അനുഭവത്തിൽ നിന്ന് ഒരു ദൈവ പൈതലിനെ വിടർത്തി മാറ്റുക എന്നുള്ളത്. അതുകൊണ്ട് അതിനെ തടയുന്നതായ അപിശാചികമായ ശക്തികളിൽ നിന്നുള്ള ഒരു വിടുതൽ ലഭിക്കുന്നതിനുള്ള ഏറ്റവും വലിയ മാർഗമാണ് നിന്റെ വ്യക്തിപരമായ പ്രാർത്ഥന. നിന്റെ കുടുംബ ജീവിതത്തെ തകർക്കാനൊരുക്കുന്ന പൈശാചികമായ ആ കെട്ടുകളെ പൊട്ടിക്കുവാനുള്ള ദൈവശക്തി ലഭിക്കുന്ന ഒന്നാണ് കുടുംബ പ്രാർത്ഥന. ഭാര്യയും ഭർത്താവും മക്കളും ചേർന്ന് ഒരുമിച്ച് സന്ധ്യയിലും പ്രഭാതത്തിലും ദൈവത്തിന് മഹത്വം കൊടുത്തിക്കൊണ്ട് ആ പ്രത്യാശയോടും ദൈവമാണ് ഞങ്ങളെ കൂട്ടിച്ചേർത്തതെന്നും ദൈവമാണ് ഈ തലമുറയെ നൽകിയതെന്നുള്ള ബോധ്യത്തോടെ ദൈവകരങ്ങളിൽ സമർപ്പിതമാകുന്ന ഒരു നല്ല ഹോളി ഫാമിലി, വിശുദ്ധ കുടുംബം പോലെ, ജോസഫിന്റെയും മറിയത്തിന്റെയും യേശുവിന്റെയും ചേർന്നുള്ള ഒരു വിശുദ്ധ കുടുംബം പോലെ ഈ ഭൂമിയിൽ കുടുംബത്തെ ഒരു വിശുദ്ധിയിലേക്ക് നയിച്ച് കൊണ്ടുപോകണമെങ്കിൽ പ്രാർത്ഥനയുടെ ശക്തിയിൽ നാം കൂടുതലായി ആശ്രയിക്കണം. എവിടെയാണ് നമുക്ക് കുറവുകൾ സംഭവിച്ചിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ ഇന്ന് കുടുംബ ബന്ധങ്ങളിൽ സമാധാനം നഷ്ടപ്പെട്ടു പോയില്ലേ? ഏതെല്ലാം കാര്യങ്ങളിൽ തർക്കങ്ങൾ ഇന്ന് നിലനിൽക്കുന്നു? ഒരുപക്ഷെ നല്ല തുറവിയോടെ പരസ്പരം ഭാരങ്ങളെ പങ്കുവയ്ക്കുവാൻ കഴിയുന്നുണ്ടോ? ഒരുപക്ഷെ ഇപ്പോഴും ജീവിത പങ്കാളിയോടൊരു ക്ഷമ ചോദിക്കാൻ കഴിയാത്ത കടുത്ത ഹൃദയവുമായിട്ട്, കല്ലായുള്ള ഹൃദയവുമായിട്ട് ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ ഒരുപക്ഷെ ഇതിനെ ശ്രവിക്കുന്നുണ്ടാവാം. ഈ വചനത്തെ ശ്രവിക്കുന്ന ദൈവ പൈതലേ, കുടുംബസ്ഥ, കുടുംബിനി, യൗവനക്കാര, നിന്നോട് പറയുവാനുള്ളത്, ദൈവത്തിൽ നിന്ന് കൃപാവരങ്ങൾ സ്വീകരിക്കണമെങ്കിൽ പ്രാർത്ഥനയിൽ നാം ശക്തിപ്പെടണം. നിരന്തരമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലുമല്ലാതെ ഈ ജാതി ഒഴിഞ്ഞു പോകുകയില്ല എന്നുള്ള സത്യം നാം തിരിച്ചറിയണം. കാരണം ഈ ലോക ജീവിതം ശാശ്വതമല്ല, ഇതൊരു യാത്രയാണ്. ഈ യാത്ര സ്വർഗമെന്ന ഖനാനിനെ ലക്ഷ്യമാക്കിയുള്ള സിയോൻ സഞ്ചാരി, നിന്റെ ജീവിതയാത്രയിലെ വിഘ്നങ്ങളിൽ നിന്ന് നിനക്ക് ശക്തമായ ഒരു തേര് നയിക്കുവാൻ തക്കവണ്ണം സഹായിക്കുന്ന ഘടകമാണ് വാസ്തവത്തിൽ എൻ്റെയും നിങ്ങളുടെയും പ്രാർത്ഥന അനുഭവ ജീവിതം.
അതൊരു വിജയ ജീവിതമാണെന്ന് തിരിച്ചറിയുവാൻ തക്കവണ്ണം ഇടയായി തീരണം. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ എൻ്റെ ചിന്ത ഇവിടെ ഞാൻ അത് പര്യവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുമ്പോൾ നാം ഇന്ന് വായിച്ചു കേട്ടതായ തിരുവചനം ഇതാണ്: നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു. ഇയ്യോബിന്റെ പുസ്തകം 42:2. അതേ കർത്താവേ, സകലതും നിനക്ക് കഴിയും, നിന്റെ ഉദ്ദേശമൊന്നും അത് അസാധ്യമല്ലെന്നും തിരിച്ചറിയുന്നു. അസാധ്യങ്ങൾ എങ്ങനെ സാധ്യമാക്കി തീർക്കാം എന്നുള്ള ചിന്തയായിരുന്നു നാം ചിന്തിച്ചു കൊണ്ടിരുന്നത്. ദൈവത്തെ അസാധ്യമായിട്ട് ഒന്നുമില്ല. യഹോവയ്ക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ എന്ന് നാം ശ്രവിക്കുകയായിരുന്നു. വാസ്തവത്തിൽ ഈസ് എനിത്തിങ് ടു ഹാർഡ് ഫോർ ദ ലോർഡ്. അബ്രഹാമിന് നൽകിയ, സാറയ്ക്ക് നൽകിയ വാഗ്ദത്തം കുറവുകളും പരിമിതികളും ഒരുപക്ഷെ നമുക്കുണ്ടാവാം. എന്നാൽ അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത് നിന്റെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പരിമിതികൾക്കപ്പുറമായി നിന്നെ സ്നേഹിച്ച് കരുതുന്ന ദൈവസ്നേഹത്തിന്റെ ശബ്ദം അബ്രഹാമിന് കേട്ടതുപോലെ എനിക്കും നിങ്ങൾക്കും കേൾക്കാൻ ഈ സന്ധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വളരെ കൃത്യമായി യേശുവിന്റെ ജനനത്തെക്കുറിച്ച് മറിയത്തിന് നൽകിയ, ഗബ്രിയേൽ നൽകിയ ദൈവദൂത്, ഫോർ നത്തിങ് ഈസ് ഇമ്പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. സാധ്യതകളുടെ വഴിത്താരകൾ ഒരുക്കുന്ന ദൈവത്തിൽ നമുക്ക് ശരണപ്പെടാം. ശിഷ്യന്മാർക്ക് കഴിയാതെ പോയതിനെ കുറിച്ച് അല്ലെങ്കിൽ പരാതി പറഞ്ഞ ആ പിതാവിനോട് പറയുന്ന വാക്കുകൾ വളരെ കൃത്യമായി മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വാട്ട് ഈസ് ഇമ്പോസിബിൾ ഫ്രം എ ഹ്യൂമൻ പെർസ്പെക്റ്റീവ് ഈസ് പോസിബിൾ വിത്ത് ഗോഡ്. ദൈവത്തിന് നിന്റെ അവസ്ഥയിൽ സഹായിക്കാൻ കഴിയും. ധനികനായ മനുഷ്യന്റെ അവന്റെ മാറ്റത്തിൽ അവന് സാധ്യതകളുടെ വഴിത്താരകൾ ഒരുക്കുന്നത് അവന് സാധ്യമല്ല എങ്കിലും അവനിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവവാക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. എനിത്തിങ് ഈസ് പോസിബിൾ ഇഫ് എ പേഴ്സൺ ബിലീവ്സ്. വിശ്വസിക്കുന്നവന് സൗഖ്യം നൽകുന്ന, സമാധാനം നൽകുന്ന ദൈവ പദ്ധതിയുണ്ടെന്നും പ്രാർത്ഥനയിൽ ബലപ്പെടണമെന്നുള്ള ഈ തിരുവചനം നമുക്ക് നല്ല ബോധ്യങ്ങളിലേക്ക് ഈ ബൈബിൾ കൺവെൻഷന്റെ 3-ാം ദിവസം സന്ധ്യയിൽ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ആഴത്തിൽ ദൈവത്തിന് നമ്മുടെ ഹൃദയങ്ങളോട് സംസാരിക്കുവാൻ ലഭിച്ച ഈ സന്ധിയിൽ തമ്പുരാനോന്റെ മുന്നിൽ നമുക്ക് സമർപ്പിക്കാം. ഒരു വിനയ ഭാവം നമ്മളിൽ ഉണ്ടാവട്ടെ. നമ്മുടെ അഹങ്കാരവും ഞാൻ എന്ന ഭാവവും എൻ്റെ കഴിവുകളെന്നുള്ള തോന്നലുകളെല്ലാം ഈ സന്ധിയിൽ നമുക്ക് അത് ദൈവത്തിൽ സന്നിധിയിൽ ഒരു വിനയഭാവത്തിൽ സമർപ്പിച്ചു കൊടുക്കാം. എൻ്റെ കുടുംബത്തെ സമർപ്പിക്കാം, എൻ്റെ സ്നേഹിതരെ, എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്കൊരുമിച്ച് നമ്മുടെ പൊന്നു കർത്താവിൻ്റെ മുമ്പിൽ സാധ്യതകളുടെ അന്ന് തോന്നുന്ന നീറുന്ന ജീവിതാനുഭവങ്ങളെ തമ്പുരാന്റെ കാൽക്കൽ വിട്ടുകൊടുക്കാം. വചനം ഇപ്രകാരം പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ, നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഒരു നിമിഷം നമുക്ക് തലകൾ വണക്കി പരിപൂർണമായിട്ട് നമ്മെ തന്നെ വിട്ടുകൊടുത്തുകൊണ്ട് ഈ നിമിഷങ്ങളിൽ ആഴപ്പെട്ട ദൈവ കരുതൽ അനുഭവിക്കുന്ന, സ്വർഗത്തിന്റെ സന്തോഷം അനുഭവിക്കുന്ന, സാധ്യമെന്ന് തോന്നുന്നിടത്ത് സാധ്യതകളുടെ ഉറവകൾ തുറക്കുന്ന ദൈവ ചൈതന്യം ഇന്ന് നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വരുവാൻ തക്കവണ്ണം നിശബ്ദതയിൽ അല്ലെങ്കിൽ പ്രാർത്ഥന അനുഭവത്തിൽ കണ്ണുകൾ അടച്ച് ഹൃദയത്തിന്റെ കണ്ണുകൾ വിശ്വാസത്തിൽ ബലപ്പെടുത്തിക്കൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുമ്പിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. അഗ്നിയിൻ നാളങ്ങൾ വെള്ളത്തിനോളങ്ങൾ
എന്നെ തകർക്കുവാൻ സാധ്യമല്ല. എല്ലാവർക്കും ചേർന്ന് പാടാം. അഗ്നിയിൻ നാളങ്ങൾ, വെള്ളത്തിനോളങ്ങൾ, എന്നെ തകർക്കുവാൻ സാധ്യമല്ല. വിശ്വാസത്തോടെ പാടാം. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് സർവശക്തനെൻ്റെ കൂടെയുണ്ട്. അഗ്നിയിലിറങ്ങി വെള്ളത്തിൽ നടന്ന് സർവശക്തനെൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന, മഹത്വം. കർത്താവേ, ജീവിതത്തിൻ്റെ ചില പരുക്കൻ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുന്നു. യുദ്ധഭീഷണികൾ ഞങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നു. രോഗാനുഭവങ്ങളുടെ നടുവിലായിരിക്കുന്നു. ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന വിധത്തിൽ കാര്യങ്ങൾ നടക്കാതെ പോകുന്നു. ഞങ്ങളെ തീയിൽ വെന്തുമാറാക്കുന്നതായ അനുഭവങ്ങളിലൂടെ കടന്നു പോകുന്ന അനേകം കാര്യങ്ങളാണ് ഞങ്ങളുടെ ജീവിതത്തെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളുടെ നടുവിൽ സാധ്യതകളുടെ വഴിത്താരകൾ ഒരുക്കുന്ന ദൈവ ചൈതന്യമേ, ഇന്ന് ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലേക്ക്, ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക്, ഞങ്ങളുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക് അവിടുന്ന് ഇറങ്ങി വരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വിശ്വാസത്താൽ ഞങ്ങൾ കാണുന്ന കർത്താവേ, ഞങ്ങളുടെ മുന്നിലുള്ള ചെങ്കടൽ, ഞങ്ങളുടെ മുന്നിൽ ഇനി മുന്നോട്ട് ഓടുവാൻ കഴിയാത്ത വിധത്തിൽ ഞങ്ങളുടെ മുന്നിൽ ചെങ്കടൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ പുറകെ ഫറവോനും സൈന്യവും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ, ഇനിയും എങ്ങോട്ടെ എന്നുള്ള ചിന്ത ഞങ്ങളുടെ ജീവിതത്തെ ഭരിച്ച് ഞങ്ങളുടെ ജീവിതം താറുമാറായി എന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്ന പിതാവേ, അവിടുത്തെ ശബ്ദം, സ്വർഗത്തിൻ്റെ സ്വാന്തന ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ചെങ്കടലിനെ രണ്ടായി വിഭജിച്ചുകൊണ്ട് തുവർന്ന നിലത്തോടെ കടക്കുവാൻ ഇടയാക്കിയവനായ ദൈവമേ, ഞങ്ങളുടെ ജീവിതത്തിൻ്റെ പ്രതികൂല സാഹചര്യങ്ങളെ അവിടുന്ന് മാറ്റിമറിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഗ്നിയുടെ നാളങ്ങൾ ഞങ്ങളുടെ ജീവിതത്തെ ചുറ്റുമ്പോൾ, ഓളങ്ങളാൽ തിരമാലകളാൽ ഞങ്ങളെ ആഞ്ഞടിച്ചുകൊണ്ട് ഞങ്ങളുടെ വഞ്ചി മുങ്ങുവാൻ തൊക്കൊന്നും ഇടയാകുമ്പോൾ, കർത്താവേ, നീ നല്ല സ്നേഹിതനായി, നല്ല സഹയാത്രികനായി ഞങ്ങളുടെ പടകിൽ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ തിരുവചനം ഞങ്ങളെ ഓർമ്മിപ്പിക്കുന്നല്ലോ, വെള്ളത്തിലൂടെ കടക്കുമ്പോൾ അത് നിന്റെ മീതെ കവികയില്ലെന്നും, അഗ്നിയുടെ അനുഭവങ്ങളിൽ, തീച്ചുളിയുടെ അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വെന്തുപോകാൻ അനുവദിക്കത്തില്ല എന്നും നീ വാഗ്ദത്തം ചെയ്തിട്ടുണ്ടല്ലോ. ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ ദൈവമാണ്, ഭ്രമിച്ചു നോക്കേണ്ട എന്ന് അരുളി ചെയ്ത ദൈവമേ, ആ സ്വാന്തന വചനങ്ങളിലും വാഗ്ദത്തങ്ങളിലും ആശ്രയിക്കുന്ന ഈ ജനത്തോട് നീ കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം തേടിയുള്ള ഈ യാത്രക്കിടയിൽ ഞങ്ങൾക്ക് വിഘ്നങ്ങൾ വരുത്തിയിരിക്കുന്ന പൈശാചികമായ ശക്തികളെ അവിടുന്ന് മാറ്റിമറിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോയ അനുഭവങ്ങൾ, ലാസറിൻ്റെ ജീവിതത്തിൽ 4 നാളായി അത് നാറ്റം വെച്ച അനുഭവങ്ങളുടെ നടുവിലും ഒരു സ്വർഗത്തിൻ്റെ ജീവനിലേക്ക് നയിക്കുവാൻ തക്കവണ്ണമുള്ള ശബ്ദമുണ്ടെന്ന് ഞങ്ങൾ യേശുവിൻ്റെ വചനത്തിൽ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ടല്ലോ കർത്താവേ. അവിടെ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. 4 നാളായാലും നാറ്റം വമിച്ചാലും കല്ലറ മുമ്പിൽ കർത്തൻ വരും. വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ലാസറിൻ്റെ സഹോദരിമാരോട് അവിടെ നിന്ന് അരുളി ചെയ്ത സാന്ത്വന വചനമാണ്. കർത്താവെ, വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവമേ, ഞങ്ങളുടെ നീറുന്ന അനുഭവങ്ങളിൽ ഇനിയും ഒരിക്കലും അത് തുറക്കപ്പെടില്ല എന്ന് ചിന്തിക്കുന്നിടത്ത്, ഞങ്ങൾ നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിക്കുന്ന ഇടങ്ങളിൽ ഒരു പുതുജീവൻ നൽകാൻ ലാസറിന്റെ കല്ലറയുടെ വാതിക്കൽ എത്തിയവനായ യേശുവേ, ലാസറെ പുറത്തു വരിക എന്ന് അവിടുന്ന് അരുളി ചെയ്തവനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ അടഞ്ഞ വാതിലുകളെ തുറക്കുവാൻ തക്കവണ്ണം ദൈവശക്തിയുടെ ശബ്ദം പുറപ്പെടുവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ
സാരമില്ല. എരിഹോ മതിലുകൾ ഉയർന്നു നിന്നാലും അതിൻ വലിപ്പമോ സാരമില്ല. ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ, ഒന്നിച്ചു നാം ആർപ്പിടുമ്പോൾ വൻമതിലും വീഴും കാൽച്ചുവട്ടിൽ, വൻമതിലും വീഴും കാൽച്ചുവട്ടിൽ. വിശ്വാസത്തിൻ്റെ കണ്ണാൽ നമുക്ക് ചേർന്ന് പാടാം. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ, കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്ന പോൽ വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ, വിശ്വസിച്ചിടുന്നു എൻ കർത്താവേ. 1 യോഹന്നാൻ 4:4 നിങ്ങളുടെ ഉള്ളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. കർത്താവേ, ഞങ്ങളുടെ ഉള്ളിൽ വസിക്കുന്ന അധിപതിയായിരിക്കുന്ന ദൈവമേ, അവിടുത്തെ മന്ദിരത്തിൽ അവിടുന്ന് അധിവസിക്കുന്നുണ്ടല്ലോ. അടിയങ്ങളോട് കരുണ തോന്നണേ. ഞങ്ങൾ നേരിടുന്ന പ്രതിസന്ധികളിലെ ഞങ്ങളെ വിശ്വാസത്തിൽ വ്യതിചലിക്കുവാൻ ഇടവരാത്ത വിധത്തിൽ ഞങ്ങളെ വിശ്വാസത്തിൽ ശക്തരാക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 19-ാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ടല്ലോ: അവർ നിന്നോട് യുദ്ധം ചെയ്യും, നിന്നെ ജയിക്കില്ല താനും, നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. പ്രതികൂലങ്ങളും യുദ്ധങ്ങളും ഭീഷണികളുമുണ്ട്, എന്നാൽ നിന്നെ തോൽപ്പിക്കാനാവില്ല. നിന്നെ രക്ഷിപ്പാൻ ഞാൻ നിന്നോട് കൂടെയുണ്ട് എന്ന് യഹോവയുടെ അരുളപ്പാട്. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അടിയങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആഴത്തിൽ ഞങ്ങളുടെ ഹൃദയ അന്തർഭാഗത്ത് അവിടുന്ന് വസിക്കണമേ. സാന്ത്വനപ്പെടുത്തുന്ന വചനത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമുണ്ടോ എന്ന് അബ്രഹാമിനും സാറയോടും അറിയിച്ചവനായ ദൈവശബ്ദം ഇന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ ശക്തമാകണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. മറിയത്തോട് പറഞ്ഞ യഹോവ ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല എന്ന് അരുളി ചെയ്ത വചനത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, ചെങ്കടലിനെ മാറ്റിമറിക്കുവാൻ എരിഹോയുടെ മതിലുകൾ എത്ര ഉയർന്നു നിന്നാലും അതിനെ വിജയകരമായ ഒരു അനുഭവത്തിലേക്ക് ജനത്തെ നയിപ്പാൻ ശക്തി നൽകിയ ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഭൂതോപദ്രവം ബാധിച്ച ഊമനായ ബാലന്റെ പിതാവിനോട് പറഞ്ഞ വാക്കുകളെ ഞങ്ങൾ തിരിച്ചറിയുന്ന കർത്താവേ, മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അതേ കർത്താവെ, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവമേ, അവിടുന്ന് ഞങ്ങളോടും കർത്താവെ അടിയങ്ങളോട് കരുണ തോന്നണമേ. അടിയന്റെ ജീവിത പങ്കാളിയോട്, അടിയന്റെ മക്കളോട്, തലമുറകളോട്, ഇടവകയോട്, സഭയോട്, സമൂഹത്തോട്, ആയിരിക്കുന്ന ജീവിതചര്യകളോട് കരുണ തോന്നണമേ. വിശ്വാസത്തിൽ ഞങ്ങളെ തീഷ്ണതയുള്ളവരാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയിൽ എല്ലാം സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന കർത്താവേ, നിന്നോടുള്ള ബന്ധം പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാൻ തക്കവണ്ണം ഇടയാക്കി തീർക്കണമേ. ബലമുള്ള തൃക്കൈ നീട്ടി ജനതയെ അവിടുന്ന് വാഴ്ത്തണമേ. ഇസ്രായേലിന്റെ പരിപാലകനായ ദൈവമേ, ഈ വചനത്തെ സ്വീകരിക്കുന്ന ഇടവകയെ, കുവൈറ്റ് ഇടവകയുടെ മേൽ കരുണ തോന്നണമേ. ഇതിനെ മീഡിയയിലൂടെ വിവിധ തലങ്ങളിൽ ഈ ശുശ്രൂഷയെ സ്വീകരിക്കുന്ന, ഈ വചനത്തിൽ വിശ്വസിക്കുന്ന, ഈ വചനത്തിന്റെ വിശ്വാസത്തിൽ ദൈവമേ നിന്റെ അടുക്കലേക്ക് ചേർന്ന് നിൽക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളെയും ദൈവവേദങ്ങളെയും അവിടുന്ന് അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. പിതാവായ ദൈവമേ, നിന്റെ സ്നേഹത്താൽ നിലനിർത്തണമേ. യേശുവിന്റെ കൃപ വർഷിക്കണമേ. ആത്മചൈതന്യത്താൽ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ തന്നെ ആമേൻ. ദൈവനാമത്തിന് മഹത്വം വീണ്ടും കരയറ്റട്ടെ. 3 ദിവസങ്ങളിലായി കുവൈറ്റ് സെന്റ് പീറ്റേഴ്സ് കാനായി ഇടവക നടത്തി വന്ന ഈ ബൈബിൾ കൺവെൻഷന്റെ അതിൻ്റെ അവസാന
രാത്രിയിൽ നാം എത്തിയിരിക്കുമ്പോൾ 3 ദിവസങ്ങളിലായി ദൈവം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ആഴത്തിൽ ദൈവികമായ ചിന്തകൾ ഉളവാക്കുവാൻ, കൂടുതൽ ദൈവോന്മുഖരായി ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രത്യേകിച്ച് പാപവും പാപത്തിൻ്റെ സാഹചര്യങ്ങളെയും പ്രണമിക്കുന്ന അനുഭവങ്ങളോട് വിട പറയാൻ ദൈവം നമ്മെ ഇടയാക്കട്ടെ. നമ്മൾ നേരിടുന്ന പരിശോധനകളിലും പ്രതിസന്ധികളിലും ഇടപെടുന്ന അത്ഭുത കാര്യങ്ങൾ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ ഇന്നലെ രാത്രി സാധിച്ചുവല്ലോ. ഇന്നത്തെ സന്ധ്യയിൽ നാം കേട്ടതായ ദൈവ തിരുവചനം, നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശമൊന്നും അസാധ്യമില്ലെന്നും ഉള്ള വലിയൊരു തിരിച്ചറിവ് ഈ സന്ധ്യയിൽ നമുക്ക് പ്രാപിക്കുവാൻ സാധിച്ചല്ലോ. ഒരു നല്ല ദൈവിക പുണ്യത്തിൽ ജീവിക്കുന്ന, വിശ്വാസത്തിൻ്റെ ആഴത്തിൽ നമുക്കുന്നതമായ ദൈവാനുഭവങ്ങൾ സ്വീകരിക്കാൻ കഴിയുന്ന ഒരു ജനതയായി കുവൈറ്റ് ഇടവക നന്നായി ദൈവപരിപാലനത്തിൽ ശുഷ്കാന്തിയോടെ പ്രവർത്തിക്കുന്ന ഇടവകയുടെ നായകത്വം വഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സിജിൽ ജോസ് വിലങ്ങപ്പാറ അച്ഛനോട് പ്രത്യേകമായി നന്ദി അറിയിക്കുകയാണ്. അതുപോലെ തന്നെ വളരെ കൃത്യമായി കൺവെൻഷൻ ഏത് പ്രതികൂല അവസ്ഥയിലും അത് നടക്കണമെന്നുള്ള അതീവ ആഗ്രഹത്തോടെ ഇതിന് നേതൃത്വം നൽകുന്നതായ കൺവെൻഷൻ്റെ കമ്മിറ്റി, അതിൻ്റെ കൺവീനർ, വളരെ ശുഷ്കാന്തിയോടെ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ പ്രിയപ്പെട്ടവരെയും നന്ദി പുരസ്സരം ഓർക്കുകയാണ്. കുവൈറ്റ് ജ്ഞാനായ ഇടവക എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ ഒത്തിരി സ്നേഹിതരും ബന്ധുക്കളും പ്രിയപ്പെട്ടവർക്കുമുള്ള ഒരു ഇടവക സമൂഹമാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ യുദ്ധ ഭീതികളൊക്കെ നിലനിൽക്കുന്നതുകൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഇങ്ങനെയൊരു പ്രസംഗ ക്രമീകരണം ചെയ്യുവാനായിട്ട് കഴിഞ്ഞുവല്ലോ. ഇതിനെ ടെലികാസ്റ്റ് ചെയ്യുവാൻ തക്കവണ്ണമുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇടവക ചെയ്തു വരുമ്പോൾ ഇതിനെ 3 ദിവസമായി ഈ വചനം സ്വീകരിച്ച് കുറേ കൂടെ ആത്മബന്ധത്തിൽ യേശുവുമായി ചേർന്ന് നിൽക്കുവാൻ, നിങ്ങളെ സഹായിക്കുവാൻ ഈ വചന കേൾവി സഹായിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ മഹത്വവും തമ്പുരാന് മാത്രമായിരിക്കട്ടെ. കർത്താവിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. ഒരിക്കൽ കൂടി പറഞ്ഞ് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. പ്രിയപ്പെട്ടവരെ, സ്വർഗസഫലമീ യാത്രയാണിത്. സ്വർഗത്തെ തേടിയുള്ള യാത്രക്കിടയിൽ വിഘ്നങ്ങൾ വരാതെ നമ്മുടെ ജീവിതത്തെ നമുക്ക് കാത്ത് സൂക്ഷിക്കാം. വിശുദ്ധിയിൽ വളരാം. നമുക്ക് സ്വർഗം നേടണം. സ്വർഗത്തിലെ പൗരത്വം, നിത്യമായ ജീവൻ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം ഈ 3 ദിവസത്തെ വചന കേൾവിയിലൂടെയും ഇടവകയുടെ ആത്മീക പ്രബുദ്ധതയേറിയ ശുശ്രൂഷകളിലൂടെയും ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും, ഇങ്ങനെയുള്ള ഈ ടെലികാസ്റ്റിന് വേണ്ടുന്നതായ ക്രമീകരണങ്ങൾ ചെയ്തു തന്നതായ അവിടെ ശുശ്രൂഷയിലായിരിക്കുന്ന റേജു വള്ളംകുളത്തെയും നന്ദി പുരസ്സരം അതിൻ്റെ അനിലിനെയും മറ്റ് എല്ലാ പ്രവർത്തകരെയും ശുശ്രൂഷകരെയും ഓർക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. ആമേൻ.